പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നീ ഭയക്കുന്ന വിഷയങ്ങൾ, ഇന്റർവ്യൂകൾ, ടെസ്റ്റുകൾ, യാത്ര ചെയ്ത് എത്തുന്ന ഇടങ്ങൾ, നിന്റെ ജോലിപ്പാടുകൾ, ശുശ്രൂഷ ഇടങ്ങൾ കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും നിന്നെ സന്ധിക്കട്ടെ. ദൈവവേദന പിതാപുത്രനും
പരിശുദ്ധാത്മാ സുരക്ഷ നീക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുക. നമ്മൾ വിശ്വാസ ജീവിതം എന്നും പറഞ്ഞ് ലീഡ് ചെയ്യുന്ന പല കാര്യങ്ങളും, അതിന് ഒന്നുകിൽ പ്രാർത്ഥനാ ജീവിതമായിരിക്കും, അത് അല്ലെങ്കിൽ അനുഷ്ഠാന ജീവിതമായിരിക്കും. അപ്പോൾ വിശ്വാസ ജീവിതം ഇതൊന്നുമല്ല, ലോകത്തിൻ്റെ മേലുള്ള ഒരു വ്യക്തിയുടെ ദൈവസ്വഭാവത്തേക്കുള്ള വളർച്ചയാണ്, ലോകത്തിൻ്റെ മേലുള്ള വിജയമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ഈ 1000 കൊല്ലങ്ങളായിട്ട് സഭ എപ്പോഴും ഓരോരോ കാലത്ത് ദൈവത്തോട് അടുക്കുന്നതിന് ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും ഇങ്ങനെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും, ദൈവത്തോട് എങ്ങനെയാണ് മനുഷ്യനെ കൂടുതൽ അടുപ്പിക്കുക. അത് എക്കാലത്തെയും ദൈവശാസ്ത്രമൊക്കെ വന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ആധ്യാത്മികമായ മിഷണറീസ് വന്നതും അങ്ങനെയാണ്. ചില ഒരു പറ്റം ആൾക്കാർ ദൈവത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും ആലോചിക്കുകയും അവരോട് ദൈവം ഇൻട്രാക്ട് ചെയ്യുകയും എന്നിട്ട് ഈ മോസസിനെ പോലെ ആ ദൈവത്തെ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ കൊടുക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ മനുഷ്യരോട് ദൈവത്തെ തന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് കാലത്തിനൊപ്പം വെളിപ്പെടുത്തും. ഇപ്പം കാലത്തിനൊപ്പം വെളിപ്പെടുത്തുമ്പോഴും അതിനൊക്കെ ബേസ്മെൻ്റ് എപ്പോഴും നമുക്ക് ക്രിസ്ത്യൻസിനാണെങ്കിൽ ബേസ്മെൻറ്റ് 2 ബേസ്മെൻറ്റ് നമ്മുടെ 2 കാലും, ഒരു കാല് ചവിട്ടം നിൽക്കുന്നത് സ്ക്രിപ്ചറയിലും ഒരു കാല് ചവിട്ടം നിൽക്കുന്നത് പാരമ്പര്യത്തിലുമാണ്. രണ്ട് കാലം നമ്മൾ ചവിട്ടി, അതായത് ഒരേ സമയം തന്നെ എഴുതപ്പെട്ട ബൈബിളും എഴുതപ്പെടാത്ത ബൈബിളും എല്ലാം ബൈബിളാണ്. പാരമ്പര്യം എന്ന് പറയുന്നത് ബൈബിളാണ്. അപ്പം ഈ എഴുതപ്പെടാത്ത ബൈബിള് ആണ് നമുക്ക് വിശിഷ്ട പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിക്കണം. അതിങ്ങനെ പകർച്ച അപ്പോസ്തലിക സഭയ്ക്ക് മാത്രമേ അതുള്ളൂ. കാര്യം അപ്പോസ്തലന്മാർ പകർന്നു കിട്ടിയതാണ്. ഈ നമ്മുടെ നൊവേനയൊക്കെ ഇല്ലേ, നൊവേന, അപ്പോൾ നമ്മളോർക്കും അത് ഇടക്കാലം കൊണ്ടുണ്ടായതാണെന്നൊക്കെ പറയില്ലേ. ഇതൊക്കെ പറഞ്ഞ് നൊവേനയെ ആക്ഷേപിക്കുന്നവരുണ്ട്. ഞാൻ ചില സമയത്തൊക്കെ അറിയാതെയൊക്കെ നൊവേനയ്ക്കെതിരെയൊക്കെ എന്തെങ്കിലും പറയും. പക്ഷെ നമുക്കൊരു എളിമയോടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നൊവേനയാണ് ആദ്യം ഉണ്ടായിരുന്നത്. 9 ദിവസം ഇല്ലേ അവർ അമ്മയും അപ്പോസ്തലന്മാരും കൂടി നൊവേന വെച്ചാൽ 9 എന്നല്ല അർത്ഥം. 9 ദിവസം അവർ പ്രാർത്ഥിച്ചില്ലേ. നടപടി പുസ്തകം 1:14. ഇവർ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ആ 9 ദിവസം അവർ പ്രത്യേക പർപ്പസിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അമ്മയും അപ്പോസ്തലന്മാരോട് പ്രാർത്ഥിച്ചു. അതാണ് നൊവേനയുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത്. പിന്നെ ഒരു മിഡിൽ ഏജസൊക്കെ എപ്പോഴും AD 1200 കാലഘട്ടങ്ങളൊക്കെ ഒരു മിഡിൽ ഏജസ്, മധ്യകാലം. അപ്പോൾ ഡൊമിനിക്കൻസും പിന്നീട് ഈ മോഡേൺ കാലം വന്നപ്പോൾ ജസ്യൂട്ടുകളും അവർ മാതാവിൻ്റെ അപ്പാരിഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അപ്പാരിഷൻ സംഭവിച്ചില്ലേ സഭയിൽ. ഇപ്പോൾ ലൂർദ് ഫാത്തിമയ്ക്ക് മുമ്പ് തന്നെ എത്രയോ അപ്പാരിഷൻസ് ഉണ്ട്. ആദ്യത്തെ അപ്പാരിഷൻ യാക്കോബ്സിലേക്ക് നൽകിയതാണ്. ആദ്യത്തെ അപ്പാരിഷൻ AD 120 മറ്റേ ഉള്ളതാണ്. അപ്പോൾ മരീൻ അപ്പാരിഷൻസ് സഭക്ക് അപ്പാരിഷൻ മനസ്സിലായി. അപ്പാരിഷനിലൂടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ സഭയിൽ സത്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ പ്രത്യക്ഷീകരണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഡൊമിനിക്കൻ അച്ഛന്മാരും ജസ്യൂട്ട് അച്ഛന്മാരും നൊവേനകൾ രൂപപ്പെടുത്തിയെടുത്തത്. അപ്പം ആ ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ പക്ഷെ നൊവേനയ്ക്ക് അപ്പോൾ 2000 കൊല്ലത്തെ പാരമ്പര്യം ഉണ്ടെങ്കിലും പിന്നെ ഒരു പ്രെയർ ഫോം എന്ന രീതിയിൽ ഒരു 10, 700, 800 കൊല്ലത്തെ പാരമ്പര്യമാണ് നൊവേനയ്ക്കൊക്കെ ഉള്ളത്. പിന്നീട് 12-ാം നൂറ്റാണ്ടിൽ തന്നെ വന്നപ്പോൾ തന്നെ 16 നൂറ്റാണ്ടൊക്കെ വന്നപ്പോൾ ജപമാല വന്നേ. അപ്പോൾ ജപമാല പിന്നെ വ്യാപകമായ രീതിയിൽ പ്രചരിച്ചു. പിന്നെ ജപമാലയുടെ ഒക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇപ്പം കേരള സഭയിലാണെങ്കിൽ
1653 കൂനംകുരിശ് സത്യത്തിന് ശേഷം പിന്നീട് ഈ സഭയിൽ നിന്ന് പിരിഞ്ഞുപോയ സഹോദരങ്ങളെ പുനരയിക്കപ്പെടാൻ സെബസ്ത്യാൻ പാതിരി വരുന്നുണ്ട്. സെബസ്ത്യാൻ പാതിരി ഇറ്റാലിയൻ മിഷണറിയാണ്. പക്ഷെ അപ്പോൾ ഡച്ചുകാർ വരികയും അദ്ദേഹത്തിന് എമർജൻസി ആയിട്ട് പോവുകയും ചെയ്യേണ്ടി വന്നു. പക്ഷെ അപ്പോഴേ സെബസ്ത്യാൻ പാതിരി ഇവിടെ വന്നിട്ട് ഈ ഒരു കാർമലൈസ് വിക്കാരിയത്ത് റോം അദ്ദേഹത്തിന് പ്രൊപ്പഗാന്ത മിഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ സ്ഥാപിച്ചു. ഇവിടുത്തെ സഭകളെല്ലാം റോമിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സഭകളും വരാപ്പുഴ വികാരിയാത്തിൻ്റെ ഭാഗമായി വന്നു. പിന്നെ നമ്മളെ നയിച്ചതും ഭരിച്ചതും എല്ലാം കാർമലൈറ്റ് സ്പിരിച്വാലിറ്റിയാണ്. ഇപ്പം ഞങ്ങൾക്കിവിടെ ആലപ്പുഴ കാർമലൈറ്റ് സ്പിരിച്വാലിറ്റി ഇവിടെ പ്രബലമാകുന്നതിന് മുമ്പ് തന്നെ ജെസ്യൂട്ട് സ്പിരിച്വാലിറ്റിയാണ് ഇവിടെ ഫോം ചെയ്തു വന്നത്, അർത്തങ്കൽ ബേസ് ചെയ്ത്. അപ്പം അത് ഡച്ചുകാരുടെ കാലമാകുമ്പോഴാണ് അവർ തിരിച്ചു പോകേണ്ടി വരണത്. പിന്നീട് നമുക്ക് കാർമലൈറ്റ് സ്പിരിച്വാലിറ്റി വരണത്. കാർമലൈറ്റ് സ്പിരിച്വാലിറ്റിയിലൂടെയാണ് നമുക്ക് സ്കാപ്പുലറും ബന്ധിഞ്ഞ ആ ജപമാല മാതൃഭക്തി ശരിക്കും കേരള സഭയുടെ അടിസ്ഥാന ഘടകമാകണം. അങ്ങനെയാണ് അത് സീറോ മലബാർ ആർക്കി എപ്പാർക്കിയൊക്കെ തുടങ്ങുന്നില്ലേ, തുടങ്ങുന്നത് 923. ആ ഒരു കാലഘട്ടം വരെ സഭയിൽ ആകമാനം കാർമലൈറ്റ് സ്പിരിച്വാലിറ്റിയാണ് വർക്കൗട്ട് ചെയ്യണത്. അതിനകത്ത് ബ്രീവരി ഉണ്ടാവും, കാരുണ്യ നമസ്കാരം ഉണ്ടാവും, അതുപോലെ തന്നെ ജപമാല ഉണ്ടാവും. പിന്നെ ഇറ്റാലിയനിൽ രൂപപ്പെട്ട് വന്നാണ് 40 മണി ആരാധന. 1829 മുതൽ ചാവറച്ചൻ്റെ 1870-75 വരെയുള്ള കാലഘട്ടങ്ങളിലെല്ലാം 40 മണി ആരാധനക്ക് ഭയങ്കരമായ ഒരു അനുഭവങ്ങൾ കേരള സഭയിലുണ്ടായി. അപ്പോൾ ഈ 40 മണി ആരാധന, ജപമാല, നൊവേന, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ പറയണില്ലേ. അതിനുശേഷം പിന്നീട് നമുക്ക് കാണുന്നത് കരിസ്മാറ്റിക് നവീകരണം. അവർ 75 രൂപ വന്നതാണ്. 75 രൂപ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ 2015 ഏറെക്കുറെ 2015. ഇപ്പോഴും കരിസ്മാറ്റിക് നവീകരണം നടക്കുന്നുണ്ട്. കേരളത്തിൽ കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രങ്ങളുണ്ട്. കൃപാസനം കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രമല്ല, അത് മരിയൻ ഉടമ്പടി ധ്യാനകേന്ദ്രമാണ്. അത് 2016 ആദ്യം കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രം ആയിരുന്നെങ്കിലും 2016 അത് മരിയൻ അപ്പാരിഷനോടുകൂടി അത് മരിയൻ ഉടമ്പടി ധ്യാനകേന്ദ്രമായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോഴും കേരളത്തിൽ പ്രഖ്യാപിതമായ ധ്യാനകേന്ദ്രങ്ങൾ കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രമാണ്. ഇപ്പോൾ നമ്മൾ മൊത്തം നോക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം, വിശ്വാസ ജീവിതം കാലഘട്ടങ്ങളിലൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്നതും ഇതിനിടയ്ക്ക് ജോൺ പോൾ മാർപ്പാപ്പയുടെ കാലത്ത് കർണക്കൊന്ത, സിസ്റ്റർ ഫൗസ്റ്റീനയുടെ കർണക്കൊന്ത ഡെവലപ്പ് ചെയ്ത് വന്നു. ഇപ്പം കർണക്കൊന്ത വരുമ്പോഴുന്ന വിഷയം അതും ഇതുപോലെ റിസൈറ്റിംഗ് ആണ്. ജപമാലയും റിസൈറ്റിംഗ് ആണ്, പ്രാർത്ഥിക്കണമാണ്. നമ്മൾ നാക്കുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതിൻ്റെ ഈ ഫെയ്ത്തിൻ്റെ മെക്കാനിസം നടക്കുന്നതെല്ലാം പ്രാർത്ഥന എന്നിട്ടുള്ള ഒരു മെക്കാനിസത്തിലാണ് അത് വർക്കൗട്ട് ചെയ്യണത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു ഘടകമാണത്, ഒരു ഘടകം. ഹല്ലേലൂയ. എൻ്റെ പേര് അമൽ ജോസഫ്. ഞാൻ വന്നിരിക്കുന്നത് UK നിന്നാണ്. നമുക്ക് ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് എന്നെ ഇവിടെ നിർത്തിയതിന് മാതാവിനും ഈശോയ്ക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എനിക്ക് ജീവിതത്തിൽ വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു പോന്നിരുന്നു. വല്ലപ്പോഴും പള്ളിയിൽ പോവുകയും പള്ളിയുടെ ഏറ്റവും പുറകിൽ നിന്ന് പ്രാർത്ഥന കാണുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ ഭാര്യ 2023 ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതുവഴി എൻ്റെ മകൾക്ക് എക്സിമ അസുഖം പൂർണ്ണമായില്ല 90% അതിൽ നിന്ന് മോചനം ലഭിച്ചു. ഇത് കണ്ട് ഞാൻ സാധാരണ രീതിയിൽ ഞാൻ മദ്യപിക്കുകയും അങ്ങനെ മറ്റ് കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഭൗതിക ജീവിതത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇത് കാണുകയുണ്ടായി. അപ്പോൾ ഞാനത് അതിൻ്റെ ആ സമയത്താണ് ഞാൻ കെയർ വിസയിലാണ് ഞാൻ അവിടെ പോയിരുന്നത്. അപ്പം ഞാൻ IELTS എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ 2 മാസം കൂടുമ്പോഴും IELTS എഴുതുകയും അപ്പം നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ആഗ്രഹത്തിൽ അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്കെപ്പോഴും സ്പീക്കിങ്ങിന് 7 അല്ല 7.5 കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഒരു 3ാമത്തെ പ്രാവശ്യം ഞാൻ എഴുതിയപ്പോൾ എനിക്ക് 6.5 കിട്ടുകയുണ്ടായി.
അപ്പോൾ ഞാൻ ഓർത്തു ഇതെന്താണ് എപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്കോർ കുറഞ്ഞു പോയത്. അപ്പോൾ എൻ്റെ ഭാര്യ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എത്ര നാളായി കുമ്പസാരിച്ചിട്ട് എന്ന്. അപ്പം ഞാൻ 2014 കല്യാണം കഴിച്ച സമയത്താണ് ഞാൻ കുമ്പസാരിച്ചത്. 2024 ഇങ്ങനൊരു ചോദ്യം ഉണ്ടായത്. 10 വർഷത്തോളം ഞാൻ കുമ്പസാരിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ആ സമയത്തൊരു പരീക്ഷ IELTS എഴുതി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ മനസ്സിലൊരു തീരുമാനമെടുത്തു, ഞാൻ അടുത്ത ഞായറാഴ്ച കുമ്പസാരിക്കാം, ഞാൻ ഞാൻ കുമ്പസാരിച്ചോളാം എന്നൊരു തീരുമാനമെടുത്തു. എന്നെ ഈ പരീക്ഷയിലെങ്കിലും പാസ്സാക്കി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാനൊരു സാധാരണ മലയാളം മീഡിയത്തിൽ ഗവൺമെൻറ് സ്കൂളിൽ ഞാൻ പഠിച്ചതാണ്. ബേസിക്, അതായത് നമുക്ക് 17-18 മാർക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പഠിച്ചിരുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ദൈവകൃപയാൽ ഔട്ട് ഓഫ് 9 8.5 സ്പീക്കിങ്ങിന് എനിക്ക് കിട്ടി. അപ്പം നമ്മുടെ കഴിവുകൊണ്ടല്ലാതെ കിട്ടിയെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായി. പിന്നീട് ഞാൻ ഉടമ്പടിയിലേക്ക് പോകണം, നമുക്ക് മാനസികമായിട്ട് ഒത്തിരി തയ്യാറെടുപ്പുകളുണ്ട്. ഉടമ്പടി ജീവിക്കുക എന്നുള്ളത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, നമുക്ക് നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി എനിക്ക് 2 മാസത്തോളം സമയമെടുത്തു. അതിനുശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയുണ്ടായി. 2024 സെപ്റ്റംബറിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു. പിന്നീട് എൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത് രജിസ്റ്റേർഡ് നേഴ്സ് ആവണം, പിൻ നമ്പർ കിട്ടണം. അതിനകത്ത് ലാംഗ്വേജ് മാത്രമല്ല, നമുക്കവിടെ OSCE CBT അങ്ങനെ പരീക്ഷകളുണ്ട്, കടമ്പകൾ ഒത്തിരിയുണ്ട്. പിന്നെ അടുത്തൊരു നിയോഗം വെച്ചത് സ്വന്തമായിട്ടൊരു ഭവനം UK വേണം എന്നുള്ളതായിരുന്നു. നമുക്ക് അതിനുള്ള സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ഭാര്യ വന്നിട്ട് 1 വർഷത്തോളം ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. ബാക്കി ഞാൻ തന്നെ ജോലി ചെയ്യുന്നു. അപ്പോൾ സേവിങ്സ് ഒന്നും കാര്യമായിട്ടില്ലായിരുന്നു. പിന്നീട് അങ്ങനെ ഈ പറഞ്ഞ ആഗ്രഹങ്ങൾ, അതായത് ആ സമയത്ത് തന്നെയായിരുന്നു എൻ്റെ വിസയുടെ റിന്യൂവൽ വരുന്നത്. 2024 ഡിസംബറിൽ വിസ റിന്യൂവൽ വരുന്നുണ്ടായിരുന്നു. അപ്പം ജോലി സ്ഥലത്ത്, ഞാൻ പോയ സ്ഥലത്ത് അവർ 5,000 പൗണ്ട് ചോദിച്ചു. നമുക്ക് വിസ റിന്യൂ ചെയ്യുന്നതിന് അത്രയും ഒരു വലിയ തുകയാണ്. നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നതിന് നമുക്ക് ഒത്തിരി ചിലവുകൾ അവിടെയുണ്ട്. അപ്പം ഈ ഒരു തുക നമുക്ക് ബാധ്യതയായി മാറുമെന്നൊരു തോന്നലുണ്ടാവുകയും അപ്പം നമ്മൾ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ നിയോഗത്തിൽ ഇത് വെച്ചിരുന്നു, വിസ ഒരു സ്ഥലത്ത് കിട്ടുക, ജോലി കിട്ടുക, ഇതും വെച്ചിരുന്നതാണ്. അപ്പം ഞാൻ സെപ്റ്റംബറിൽ ഉടമ്പടി എടുത്തു. ഒക്ടോബറിൽ എനിക്കൊരു ഇൻ്റർവ്യൂ പാസ്സാവുകയും അതിൽ അവർ വിസ എനിക്ക് ഫ്രീ ആയിട്ട് തരികയും ചെയ്തു. അപ്പം ആദ്യത്തെ എൻ്റെ ഒരു നിയോഗം അത് സാധിച്ചു കിട്ടി. പിന്നീട് ഒക്ടോബറിൽ തന്നെ ഞങ്ങൾ വീടുകൾ കാണാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ വീടുകൾ അവിടെ നമ്മൾ വ്യൂ ചെയ്ത് 3 മാസത്തോളം പ്രോസസ്സ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രോസസ്സ് സക്സസ്ഫുൾ ആണെങ്കിലേ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് പൈസ ഇല്ല. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ, ദൈവകൃപയാൽ നമുക്ക് അത് അറേഞ്ച് ചെയ്ത് തരാമെന്നൊരു വാക്ക് തന്നു. അപ്പോൾ ഡിസംബർ 16 അവിടെ ഒരു ഹൗസ് ഞങ്ങൾക്ക് ലഭിച്ചു, കീ കിട്ടി. അപ്പം രണ്ടാമത്തെ ഒരു വലിയ നിയോഗമാണ്. നമ്മൾ കടമുണ്ടായിരുന്നു, 30,30,000 പൗണ്ടോളം കടമുണ്ടായിരുന്നു. പക്ഷേ സ്വന്തമായിട്ടൊരു ഭവനം അവിടെ കിട്ടി. പിന്നീട് ജനുവരി 2 എനിക്ക് UK പിൻ നമ്പർ ലഭിച്ചു. അപ്പോൾ പിൻ നമ്പർ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് IELTS കഴിഞ്ഞിട്ട് CBT, OSCE, അപ്പോൾ ഈ പരീക്ഷകളെല്ലാം ഞാൻ എഴുതുമ്പം എനിക്ക് അന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഉപ്പ് മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ തമാശയായിട്ട് പല യുവജനങ്ങളും ചിന്തിക്കും, നമ്മൾ ഉപ്പ് കീബോർഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പരീക്ഷ പാസ്സാവുമെന്ന്. പക്ഷേ അത് ഞാൻ പാസ്സായി. ഞാൻ നഴ്സിങ്ങിൽ അത്ര എക്സ്പീരിയൻസിലുള്ള ആളല്ല, പക്ഷേ ആ ചോദ്യങ്ങളെല്ലാം എനിക്ക് തരണം ചെയ്യാൻ സാധിച്ചു. ഞാൻ തോൽക്കുമെന്ന് വിചാരിച്ച പരീക്ഷകൾ CBT പാസ്സായി, OSCE നമ്മൾ യൂണിഫോം ഇട്ട് പോകണം, അവിടെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പോക്കറ്റിൽ ഉപ്പ് ഇട്ടുകൊണ്ടാണ് പോയിരുന്നത്. അപ്പം അതും പാസ്സായി. അങ്ങനെ പിൻ നമ്പർ ജനുവരി 2 എനിക്ക് പിൻ നമ്പർ ലഭിച്ചു. അപ്പം എൻ്റെ ആദ്യത്തെ 3 നിയോഗങ്ങളും സാധ്യമായി. ഞാൻ ഉടമ്പടിയിൽ നിലനിന്നു. ഞാൻ 90 ദിവസം കഴിഞ്ഞ് ഞാൻ ഉപേക്ഷിച്ചില്ല. നമ്മളെല്ലാവരും ചിന്തിക്കുമായിരിക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിച്ച് ഇട്ടിട്ട് പോയാൽ മതിയെന്ന്. അപ്പോൾ ജനുവരി ഇത് പിൻ നമ്പർ കിട്ടിയപ്പോൾ ഞാൻ പുതിയ സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ജോലി പോകുന്നു. ആ സമയങ്ങളിൽ കുറച്ച് ദൈവവിശ്വാസം, അതായത് നമ്മൾ സന്ധ്യാപ്രാർത്ഥനയെല്ലാം ഡിലേ ആക്കി. നമ്മൾ വീട് കിട്ടിയപ്പം വീടിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ആ ഡിലേ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു പ്രശ്നങ്ങൾ വന്നു. ജോലിയിൽ പ്രൊബേഷൻ അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അതൊരു വലിയ ബാധ്യതയാവും. നമ്മൾ കടമെടുത്ത് വീടെടുത്തു. അങ്ങനെ എൻ്റെ പ്രൊബേഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയില്ല. അപ്പം ജോലി ഇല്ലാത്തൊരവസ്ഥയാണ് അവിടെ വരുന്നത്. അപ്പം UK ജീവിക്കുമ്പോൾ ജോലി ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 60 ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ച് കയറി പോരണം. അതാണ് നിയമപരമായിട്ടുള്ള അവിടുത്തെ നടപടി.
ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ. ഞങ്ങൾ പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നു. പള്ളിയിലെന്നും പോവും. ഇംഗ്ലീഷ് കുർബാനയാണ്, ഞങ്ങൾ പള്ളിയിൽ പോവും. ഞാൻ അവിടെ പള്ളി വൃത്തിയാക്കാനും വെള്ളിയാഴ്ചകളിൽ അവിടെ പള്ളി വൃത്തിയാക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. വിസയിലൊരു തടസ്സവും വന്നില്ല. എനിക്കൊരു പേപ്പറും അവിടുന്ന് അയച്ചു കിട്ടിയില്ല. ഇവിടുന്ന് ഞാൻ പല ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുകയും പലയിടത്തും ആപ്ലിക്കേഷൻ ഇടുകയും ചെയ്തു. ദൈവകൃപയാൽ എനിക്കൊരു കെയർ ഹോമിൽ ഒരു നേഴ്സായിട്ട് ജോലി ലഭിച്ചു. അതേസമയം തന്നെ ഞാൻ NHS അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. NHS നമുക്ക് സാഹചര്യം അറിയാം, 2024-25 സമയത്ത് നേഴ്സസ് റിക്രൂട്ട്മെൻറ്റ് എടുക്കുന്നില്ല. അപ്പം ഭയങ്കര ടൈറ്റാണ്. നമ്മളൊരു 1-2 വേക്കൻസിയിൽ 150 പേരോളമാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമുക്കത് ഭയങ്കര കോമ്പറ്റീഷനുള്ളൊരു ഇതാണ്. ഞാൻ 2-3 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിനകത്ത് നമുക്ക് ഒരു സാധ്യതയില്ല. അപ്പോൾ ഒരു ദൈവിക ഇടപെടൽ പോലെ ഞങ്ങളുടെ യൂണിറ്റിലേക്ക്, ഞങ്ങളുടെ പള്ളിയുടെ യൂണിറ്റിലേക്ക്, ഞങ്ങളുടെ ഇതിലേക്ക് ഒരാൾ വരികയുണ്ടായി. അവർ പറഞ്ഞു അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വേക്കൻസി വരാൻ പോകുന്നുണ്ട്, നിനക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് തക്ക സമയത്ത് നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചില്ല. നമുക്ക് ദൈവം തക്ക സമയത്തൊരു വേക്കൻസി ഉണ്ടാക്കി തരികയും ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പോകാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ 2025 ഓഗസ്റ്റ് അച്ഛൻ അവിടെ ധ്യാനത്തിന് വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഉടമ്പടി എടുക്കുകയും ഞാനും ഭാര്യയും കാശുരൂപം ഞങ്ങൾക്ക് കിട്ടി. ഞാൻ കാശുരൂപം പിടിച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത്. ഞാൻ തൈലം തൂത്തി ഉപ്പ് നമ്മൾ കയറുന്നതിന് മുമ്പ് സൈഡിൽ ഇട്ടു. ഞാൻ ഒരു നുള്ളു ഉപ്പ് കഴിച്ചു. കാരണം നമുക്ക് നല്ല വ്യക്തമായി സംസാരിക്കാനും അതിൽ നമുക്ക് നല്ല ആൻസറുകൾ പറയണതിൽ ദൈവവും ഈശോയും ഉണ്ടെങ്കിൽ നമുക്കത് സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്തു. ഞാനത് പാസ്സായി. ഒക്ടോബർ 6-ാം തീയതി NHS എനിക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ടൊരു ജോലി ലഭിച്ചു. അപ്പോൾ നമ്മൾ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചകളും നമ്മൾ ഓൺലൈനിൽ കൂടുന്നതാണ്. അച്ഛൻ പറയുന്ന പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ദൈവത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് എത്രയും വേഗം വന്ന് ഇവിടെ സാക്ഷ്യം പറയുക എന്നുള്ളൊരു എനിക്ക് മനസ്സിൽ തോന്നലുണ്ടാവുകയും ഞാൻ മാനേജരോട് സംസാരിച്ചപ്പോൾ അവർ ഒരാഴ്ച അവധി എനിക്ക് തന്നു. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പം സാക്ഷ്യം പറയുക എന്നുള്ള ഇതിലേക്കും ഉടമ്പടി പുതുക്കുന്നതിനും വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കാനാണ് ഞാനും ഇനിയും ആഗ്രഹിക്കുന്നത്. ഇനി ഇതിനകത്ത് ഒരു അത്ഭുതമെന്ന് പറയട്ടെ. ഞാൻ കഴിഞ്ഞ 30-ാം തീയതി, അതായത് ജനുവരി 30-ാം തീയതിയാണ് ഞാൻ ഇങ്ങോട്ട് ടിക്കറ്റ് എടുത്തത്. എനിക്ക് ഉച്ച കഴിഞ്ഞ് ഫ്ലൈറ്റാണ്. അപ്പം 29-ാം തീയതി ഇതിനകത്തൊരു വേറൊരു കഥയുണ്ട്. ഞാൻ നേഴ്സാണെങ്കിലും ഞാൻ വാഹന ബിസിനസ് അവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ വാഹനം വാങ്ങിച്ച് വിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഓപ്ഷനിൽ നിന്ന് വണ്ടി എടുക്കും. എനിക്ക് 6ഓളം വണ്ടികൾ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ ആകെ 4000 മൈനസ് പൗണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കടം തീർത്തിട്ട് ഇവിടെ വന്നിട്ടുള്ള ചിലവിനുള്ള പൈസ ഒന്നുമില്ല. അപ്പം 3 വണ്ടി എനിക്ക് വിൽക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനിത് നമ്മൾ മെറിറ്റ് വെച്ച് ഞാൻ 2 ആഴ്ചയോളം ശ്രമിച്ചിട്ട് ആ വണ്ടികളൊന്നും പോയില്ലായിരുന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, മാതാവിനോട് പറഞ്ഞു, ഞാൻ പോകുന്നതിന് മുമ്പ് ഈ 3 വണ്ടി വിറ്റിരുന്നെങ്കിൽ ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. അപ്പം വ്യാഴാഴ്ച എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. വെള്ളിയാഴ്ച ഞാൻ രാവിലെ ഇങ്ങോട്ട് പോരുകയാണ്. അപ്പം വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ഈ 3 വാഹനവും വിറ്റു. വണ്ടി ഓടിച്ച് നോക്കാതെ പോലും ആൾക്കാർ മേടിച്ചുകൊണ്ട് പോയി. അപ്പം അങ്ങനെ ഒരു പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ആ ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അതൊരു ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. ഈ സാക്ഷ്യം ഞാൻ ഈ ആൾക്കാരിൽ സമർപ്പിക്കുന്നു. ഇനിയും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കും. ഇനി ഞാൻ കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. പ്രേക്ഷിത പ്രവർത്തനം നമുക്കവിടെ നമ്മൾ ചെയ്യുന്ന ജോലി സ്ഥലത്ത് രോഗികളോട് സന്തോഷത്തോടും അവരോട് നല്ല കരുണയോടും പെരുമാറാൻ ഞാൻ ശ്രമിക്കുന്നു. പിന്നെ ഞാൻ നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. വൈഫിൻ്റെ അമ്മ വഴി അവർ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് പൈസ കൊടുക്കാറുണ്ട്. പിന്നെ ആർക്കെങ്കിലും പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും അവസരമുണ്ടെങ്കിൽ അതിനുള്ള പൈസ ഞാൻ പ്രത്യേകമായിട്ട് അയച്ച് അവളുടെ വൈഫിൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ അത് കൊടുക്കുന്നതായിരിക്കും. പള്ളി മുഖേന അവരെ കണ്ടുപിടിച്ച് അവർക്ക് കൃത്യമായ സ്ഥലങ്ങളിൽ എത്തിക്കുന്നു. പിന്നെ ഞാൻ അവിടെ UK-യിലാണെങ്കിലും പള്ളി എല്ലാ വെള്ളിയാഴ്ചകളിലും വൃത്തിയാക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നു. പിന്നെ ഞാൻ അവിടുത്തെ ഞങ്ങളുടെ പള്ളിയുടെ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് എനിക്ക് അവിടെ ഒരു സ്ഥാനം, ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ആ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും ദൈവത്തിലേക്ക് ചേർന്ന് നിന്നാൽ നമുക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും. കാരണം ദൈവമാണ് ഇതിനെല്ലാം ഇടപെട് നമുക്ക് മാധ്യസ്ഥം നിൽക്കുന്നത്, ഈശോയും മാതാവുമാണ്. അപ്പോൾ അല്ല നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഒന്നും നേടുകയില്ല. തോൽവികളുണ്ടായാലും അതൊരു നല്ലൊരു വലിയൊരു ലക്ഷ്യത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കുന്നതാണ്. ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുക.
ദൈവത്തിനും ഈശോയ്ക്കും മാതാവിനും. സങ്കീർത്തനങ്ങൾ 38, 18, 21, 22 തിരുവചനങ്ങൾ. ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു, എൻ്റെ പാപത്തെപ്പറ്റി അനുതപിക്കുന്നു. കർത്താവെ, എന്നെ കൈവിടരുതേ. എൻ്റെ ദൈവമേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ. എൻ്റെ രക്ഷയായ കർത്താവെ, എന്നെ സഹായിക്കുവാൻ വേഗം വരണമേ. അമൽ ജോസഫ് എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച പരിശുദ്ധമ്മയുടെയും ഈശോയുടെയും സവിശേഷമായ സംരക്ഷണത്തെയും അനുഗ്രഹങ്ങളെയുമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരൻ ആ സാക്ഷ്യം തുടങ്ങുമ്പോൾ തന്നെ സൂചിപ്പിച്ചു, മലയാളം മീഡിയത്തിൽ സാധാരണ സ്കൂളിൽ പഠിച്ച് ഒരു ആവറേജ് മാർക്കോട് കൂടി പഠനം നാട്ടിൽ പൂർത്തീകരിച്ച് UK പോയ വ്യക്തിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കെയർ വിസയിൽ ഇങ്ങനെ ജോലികളൊക്കെ ആയി പോകുന്നു. IELTS ഒത്തിരി തവണ എഴുതി അത് ക്ലിയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് രജിസ്റ്റേർഡ് നേഴ്സായി ജോലി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതൊന്നും സാധിക്കാതിരുന്ന നാളുകളിലാണ് അമ്മ മാതാവിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നത്. അത് ജീവിത പങ്കാളിക്ക് എടുത്ത ഉടമ്പടിയിലൂടെ കുഞ്ഞിന് ലഭിച്ച രോഗത്തിൻ്റെ സൗഖ്യത്തിലൂടെയാണ് വിശ്വാസം പകർന്നു കിട്ടുന്നത്. അതിലൂടെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പിന്നീട് പരീക്ഷകളിലേക്ക് പോകുന്നത്, ഓരോ പരീക്ഷകളും വിജയിക്കുന്നത്, RN നേഴ്സായി അപ്രൂവൽ ലഭിക്കുന്നത്, NHSൽ ജോലി ലഭിക്കുന്നത്. അങ്ങനെ ആ സാക്ഷ്യത്തിൽ പടിപടിയായി ഉടമ്പടിയിൽ വിശ്വാസമർപ്പിക്കുകയും ഉടമ്പടി ജീവിതത്തിൻ്റെ ഭാഗമായി വിശ്വസ്തതയിൽ ആഴപ്പെടുത്തി ജീവിക്കുകയും ചെയ്യുമ്പോൾ അമ്മ മാതാവും ഈശോയും കരം പിടിച്ചുകൊണ്ട് പ്രതിസന്ധികളിൽ നിന്നും കൂടുതൽ സുഗമമായ ജീവിതാവസ്ഥകളിലേക്ക് സഹോദരനെ കൈപിടിച്ച് നടത്തിയതിൻ്റെ സാക്ഷ്യമാണിത്. ഓരോ തവണയും എടുത്തു പറയുന്നുണ്ട്, ഒരു പരീക്ഷയും എൻ്റെ കഴിവ് കൊണ്ടല്ല, അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും കൃപയാൽ മാത്രം എനിക്ക് സാധിച്ചതാണ്. എനിക്കത്രയേറെ വിഷയത്തിൻ്റെ പ്രാവീണ്യമോ നേഴ്സിംഗ് സ്കില്ലോ ഭാഷാ പരിജ്ഞാനമോ എനിക്കില്ല. എങ്കിലും എൻ്റെ അമ്മ മാതാവ് ഏതൊരു പരീക്ഷയ്ക്ക് ഞാൻ ചെന്നിരിക്കുമ്പോഴും എന്നെ സഹായിക്കുകയും ഞാൻ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ഉടമ്പടി ഉപ്പ് ഞാൻ വിതറി പ്രാർത്ഥിച്ചു കൊണ്ടത് അറ്റൻഡ് ചെയ്യുമ്പോൾ യാതൊരു തടസ്സവും ക്ലേശവുമില്ലാതെ വിജയിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന് ഉടമസ്ഥതയുള്ള മക്കളായി വ്യക്തികളായി മാറ്റുന്നു. ഉടമ്പടി നമ്മുടെ വിശ്വാസത്തെ മൂർച്ചയുള്ളതും ആഴപ്പെടുത്തുന്നതും പൂർണ്ണമായി ദൈവത്തിൽ ശരണപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ രീതികളായി നമുക്ക് മാറ്റുന്നു. വെറുതെ എന്തെങ്കിലും പറയുന്നതല്ല പ്രാർത്ഥന, മറിച്ച് ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടി അനുഭവത്തോടു കൂടി ദൈവത്തെ വിളിക്കുന്നതാണ് പ്രാർത്ഥനയെന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഏറെ നാൾ പരിശ്രമിച്ച് ഉടമ്പടിയിൽ ജീവിച്ചിട്ടും ഒന്നും കിട്ടാതിരിക്കുമ്പോൾ സഹോദരൻ തന്നെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നമെന്ന്. പ്രശ്നം ഭാര്യയാണ് പറഞ്ഞു കൊടുക്കുന്നത്, കുമ്പസാരിച്ചിട്ട് എത്ര നാളായി. ഉടമ്പടിയുടെ മാൻഡേറ്ററിയാണ് അനുതാപത്തോടു കൂടി ഹൃദയശുദ്ധിയോടുകൂടി ഉടമ്പടി ജീവിക്കുക എന്നുള്ളത്. അതിൽ നമുക്ക് യാതൊരു ഒഴിവുകഴിവുമില്ല. പുറമെയുള്ളൊരു അഭിനയമല്ല ആത്മീയ ജീവിതം, മറിച്ച് ആന്തരികമായ പരിവർത്തനത്തിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന ഒരു ആത്മീയ ഷിഫ്റ്റിൻ്റെ തലമാണ് നമുക്ക് ഉടമ്പടി ജീവിതം എന്നത്. അതുകൊണ്ട് തന്നെ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമെടുക്കേണ്ട തീരുമാനം അനുതപിക്കുവാൻ തയ്യാറാവുന്നു. എൻ്റെ പാപങ്ങളെ വെറുത്തുപേക്ഷിക്കുവാൻ തയ്യാറാവുന്നു. ആരോടെങ്കിലും എനിക്ക് വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അനർഹമായി കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണോ ചെയ്യേണ്ടത് നീതിപൂർവകം ദൈവസ്നേഹത്തോടു കൂടി ചെയ്യുവാൻ ഞാൻ തയ്യാറാവുന്നു. അങ്ങനെ ദൈവത്തിനു മുമ്പിൽ എളിമപ്പെടുവാനും വിശുദ്ധിയുള്ളവരായി വ്യാപരിക്കുവാനും നാം തയ്യാറാവുകയും നമ്മളെ വിട്ടുകൊടുക്കുകയും ചെയ്താൽ ഉടമ്പടി നമുക്കെപ്പോഴും അനുഗ്രഹത്തിൻ്റെ വഴികൾ നിരന്തരം തുറന്നു തന്നുകൊണ്ടിരിക്കും. സഹോദരൻ പറയുന്നുണ്ട്, ചുരുക്ക നാളുകൾക്കുള്ളിൽ ഒത്തിരി പരീക്ഷകൾ മാൻഡേറ്ററി ആയിട്ടുള്ളത് കടന്നുപോയെന്ന്, എല്ലാം വിജയം കൊണ്ട് ദൈവം അനുഗ്രഹിച്ചുവെന്ന്. നാട്ടിലേക്ക് പോരുവാൻ നിൽക്കുമ്പോൾ പോലും 3-4 വാഹനങ്ങൾ വിൽക്കുവാൻ കിടപ്പുണ്ട്, അക്കൗണ്ടിൽ പണവുമില്ല. അത് തലേ ദിവസവും ഭാര്യയും ഭർത്താവും രണ്ടുപേരും പറയുന്നുണ്ട്, അമ്മ മാതാവ് സഹായിച്ചിരുന്നെങ്കിൽ, എനിക്കിത് വിറ്റുപോയിരുന്നെങ്കിൽ നാട്ടിലേക്കുള്ള യാത്ര പോലും എനിക്ക് സുഗമമാകുമായിരുന്നു. ആ സഹോദരൻ സാക്ഷ്യപ്പെടുത്തി, പോരുന്നതിൻ്റെ തലേദിനം വണ്ടിയൊന്നും ഓടിച്ചു പോലും നോക്കാതെ 3 വാഹനങ്ങൾ വേഗത്തിൽ വിറ്റുപോയെന്ന്. ദൈവം നമ്മളെ കാണുകയും ദൈവത്തിന് നമ്മൾ പ്രിയങ്കരരായി മാറുകയും ചെയ്താൽ ജീവിതത്തിൻ്റെ ഏത് കഷ്ടപ്പാടിൻ്റെ നിമിഷത്തിലും വിളിച്ചു പറഞ്ഞാൽ കൂടെ നിന്ന് നമുക്ക് വേണ്ടി സഹായിക്കുന്ന
ദൈവിക സാന്നിധ്യത്തെ അനുഭവിക്കുവാനാവും. ഈശോനാഥനും അമ്മ മാതാവും അങ്ങനെ കൂടെ നിന്ന് നമ്മുടെ ജീവിതത്തോട് സംവേദിക്കുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്, ഇടപെടുന്നവരാണ്. ഉടമ്പടിയുടെ പ്രത്യേകത ഇത് അനുഗ്രഹത്തിൻ്റെ കലവറ ഇങ്ങനെ തുറക്കുന്നത് പോലെ തന്നെയാണ്. ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താലും നമ്മുടെ ട്രാക്ക് ക്ലിയർ ആണെങ്കിൽ ദൈവം കൂടെ നിന്ന് അടയാളങ്ങളിലൂടെ ജീവിതത്തെ സ്പർശിക്കുന്നതിന് അമാന്തിക്കില്ല, കൂടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ തുടർച്ചയായ സാക്ഷ്യങ്ങളും അനുഭവങ്ങളുമാണ് സഹോദരൻ ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഒന്ന് പരിശോധിക്കാം. കുറവുകളെ പരിഹരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അനുദപിച്ചുകൊണ്ട് നമ്മുടെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കാം. നമ്മുടെ പെരുമാറ്റ രീതികളെയും ബന്ധങ്ങളെയും കർത്താവിൻ്റെ അൾത്താരയിൽ പരിശോധിക്കാം. അതിൻ്റെ കുറവുകളെ നിശ്ചയം പരിഹരിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തും വിധം ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം, തയ്യാറാകാം. ബാക്കിയെല്ലാം അവിടുത്തെ സന്നിധിയിലേക്ക് നാം സമർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കരബലത്തോടെ തക്ക സമയത്ത് ജീവിതത്തിന് അനുഗ്രഹമായിട്ടുള്ളത് ദീർഘകാലം നിലനിൽക്കുന്നത് നൽകുവാൻ അവിടുന്ന് എപ്പോഴും സന്നദ്ധനായിരിക്കും. അമ്മ മാതാവ് അത് നമുക്ക് നേടിത്തരുന്നതുവരെയും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും. ഈ കുടുംബത്തിനും ഈ സഹോദരൻ ലഭിച്ച എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മ മാതാവിനോടും ക്ഷമ പറയുന്നു, ഈശോയോടും ക്ഷമ പറയുന്നു. സാക്ഷ്യം വൈകിയതിന്. എൻ്റെ പേര് ജെസി, ഇതെൻ്റെ ഹസ്ബൻഡ് ടെൽസൺ. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, ഞാൻ ആദ്യം കൃപാസനത്തിൽ വന്നത് 2015 2015 മുതൽ ഞാൻ കൃപാസനത്തിൽ വരുന്നുണ്ട്. 2017 ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി എടുത്ത് അത് കൊറോണ കാലങ്ങളൊക്കെ സമയം അതെൻ്റെ കൈമോശം വന്നു പോയി. എങ്കിലും ആ 2017 ഉടമ്പടി തൈലം ഈ വസ്തുക്കളെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 2019 എൻ്റെ ഹസ്ബൻഡ് കൽപ്പണിയാണ്, പുള്ളി 2ാം നിലയുടെ മുകളിൽ നിന്ന് വീണു. അതിന് മുന്നേ രാവിലെ ജോലിക്ക് പോണതിന് മുമ്പ് തൈലം ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചു കൊടുക്കും. എൻ്റെ മോന് ക്ലാസ്സിൽ പോകുമ്പോഴും കുരിശ് വരച്ചു കൊടുക്കും, ഞാൻ പുറത്ത് പോകുമ്പോഴും കുരിശ് വരച്ചു കൊടുക്കും. ഞങ്ങൾ ഉടമ്പടി തൈലം കുരിശ് നെറ്റിയിൽ വരക്കാതെ പുറത്ത് പോകാറില്ല. അപ്പം അന്ന് ടെൽസൺ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിന്ത, അരുതാത്തൊരു ചിന്ത വന്നു. എല്ലാ ദിവസവും ചെയ്യണതല്ലേ, എന്തിനാണ് ഇന്ന് ചെയ്യണേ എന്നുള്ളൊരു ചിന്ത വന്ന് ആ നിമിഷം തന്നെ ഞാൻ മാതാവിനോട് ക്ഷമ പറഞ്ഞു. മാതാവിൻ്റെ ഉള്ളിൽ തോന്നിച്ചു, നീ എന്താണ് ഈ പറയണമെന്നൊരു തോന്നൽ വന്ന് അപ്പം തന്നെ ഞാൻ ക്ഷമ പറഞ്ഞ് വേഗം തൈലം എടുത്ത് ഞാൻ നെറ്റിയിൽ കുരിശിട്ട് വരച്ച് ആണ് ജോലിക്ക് വിട്ടത്. 10 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ തന്നെയാണ്. ടെൽസൺ 2ാം നിലയുടെ മുകളിൽ നിന്ന് റോഡ് സൈഡിലേക്ക് വീണ് എന്നും പറഞ്ഞിട്ട് ഫോൺ വന്നേക്കണ്. അപ്പോൾ ഇയാളുടെ മേസ്ത്രിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പുള്ളി വീൽ ചെയറിലിരിക്കണേണ്. അപ്പം ഞാൻ ആകെ വിഷമിച്ചാണ് ചെല്ലണത്. അപ്പോൾ ഇയാളുടെ വൈഫാണെന്ന് പറഞ്ഞിട്ട് കണ്ടു നിന്നതിൽ ഒരു ചേട്ടൻ എന്നോട് വന്ന് പറഞ്ഞ്, മോളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ചേട്ടൻ രക്ഷപ്പെട്ടത്, അല്ലാന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ കണ്ടുകൊണ്ട് നിൽക്കണേണ് 2ാം നിലയുടെ മുകളിൽ നിന്ന് വീഴുമ്പോൾ നടുവൊടിഞ്ഞു പോകാം, തല ചിതറിപ്പോകാം, എന്തെങ്കിലും ഒന്ന് സംഭവിക്കേണ്ടതായിരുന്നു. ഇത് 3 സ്റ്റിച്ച് തലയുടെ പുറകിൽ, വലത്തെ കയ്യിൽ ചെറിയൊരു ചതവ്, ഇത്രയും ഉണ്ടായിരുന്നുള്ള ആകെ ഉണ്ടായത്. ഇത് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയുടെ തൈലം, ആ തൈലത്തിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ മനുഷ്യൻ ഇന്ന് എൻ്റെ കൂടെ. ക്ഷമിക്കണേ അമ്മേ, 2019 പറയേണ്ട സാക്ഷ്യമാണിത്. 2026 വരെ ഞാനത് വൈകിച്ച് ഇവിടെ മാത്രമേ ഞാൻ ഈ സാക്ഷ്യം പറയാൻ വൈകിട്ടുള്ളൂ. എന്നെ അറിയാവുന്നവരോടും ഉടമ്പടിയുടെയും കൃപാസനത്തിലെയും കാര്യം പറയുന്നവരോടെല്ലാം ഞാൻ ഈ സാക്ഷ്യം പോലെ ഞാനിത് പറയാറുണ്ട്. 2ാമത്തെ എൻ്റെ സാക്ഷ്യം, 2ാമത് ഞാൻ ഉടമ്പടി എടുത്ത് 2022 മെയ് മാസം 4-ാം തീയതി വന്ന് ഞാൻ 2ാമത് ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ആ ഉടമ്പടി എടുത്ത് 2023 ഒക്ടോബർ മാസത്തിൽ എൻ്റെ ഇടത് ബ്രസ്റ്റിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു കുരു പോലെ വന്ന്, അതെൻ്റെ 2ാമത്തെ മോൻ 5 മാസമുള്ളപ്പോൾ ഈശോൻ്റെ അടുത്തേക്ക് പോയതാണ്. അപ്പോൾ പാലിങ്ങനെ ഇതായിരിക്കുമ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ അതങ്ങനെ അന്നേരം കളഞ്ഞതാണ്, ഒരു 10 കൊല്ലം മുമ്പ് കളഞ്ഞതാണ്.
അപ്പോൾ ഡോക്ടർ അന്നേ പറഞ്ഞിരുന്നു ഇത് മുഴുവൻ പോയില്ലെങ്കിൽ രണ്ടാമത് വരുമെന്ന്. അങ്ങനെ 10 വർഷങ്ങൾക്ക് ശേഷം ഈ സൈഡിൽ ഇങ്ങനെ വന്നായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്തൊന്നും പോയില്ല. ഞാൻ പരിശുദ്ധമ്മയുടെ തൈലവും ഉപ്പവും മിക്സ് ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ തേച്ച് പ്രാർത്ഥിച്ച് ഇപ്പം 3 വർഷമായി. ഒരു കുഴപ്പവും അവിടെ ഇല്ല. എൻ്റെ 3ാമത്തെ സാക്ഷ്യം, ഞാൻ പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു എനിക്കൊരു ജോലി, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു ജോലി, ആ ഒരു ജോലി തന്നെ എൻ്റെ അമ്മ മാതാവും ഈശോയെ എന്നെ സഹായിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. മാതാവ് എനിക്കൊരു ജോലി തന്നു. ഒരു കോഫി ഷോപ്പിലാണ്. സന്തോഷമായിട്ട് ഞാൻ ആ ജോലി ചെയ്യുന്നു. ഇപ്പോൾ 1 വർഷമായി. അതിൽ നിന്ന് ഡെയിലി വേജസ് ആണെങ്കിലും ആഴ്ചയിലാണ് ഞാൻ കാശ് മേടിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ആഴ്ചയിൽ 700 രൂപ വെച്ച് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിനും കാരുണ്യ പ്രവർത്തനമായിട്ട് മാറ്റിവെക്കുന്നു. ഭയങ്കര സന്തോഷമാണ് ഞാൻ. കാരണം എനിക്ക് എൻ്റേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ മാതാവും ഈശോയും സഹായിച്ച് എനിക്കൊരു ജോലി കിട്ടി. 4ാമത്തെ സാക്ഷ്യം, എനിക്ക് ഒക്ടോബർ മാസത്തിൽ 2025 ഒക്ടോബർ മാസത്തിൽ നെഞ്ചിനും മുതുകിനും ഭയങ്കര വേദനയായിരുന്നു. ഇടത്തെ സൈഡും ഭയങ്കര വേദന. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞ് കൊളസ്ട്രോൾ നോക്ക്, കൊളസ്ട്രോൾ ആയിരിക്കും. പക്ഷേ എനിക്കറിയാമായിരുന്നു എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. നെഞ്ച് വേദന, മുതുക് വേദന, ഇത് എൻ്റെ കയ്യിൽ നിൽക്കണ കാര്യമില്ലെന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പായിരുന്നു. എന്നാലും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. ഞാനത് കൊണ്ടുവന്ന് നടന്ന്. കാരണം എനിക്ക് ജോലിക്ക് പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ്. ഒരുപാട് മക്കളുടെ അടുത്ത് നിൽക്കുന്ന ജോലിയാണ്. അപ്പം ഞാൻ ഇഷ്ടപ്പെട്ട് എൻ്റെ അമ്മ മാതാവ് തന്ന ജോലിയാണ്. അപ്പം ഞാനത് വീട്ടിൽ പറഞ്ഞില്ല. ഞാനതും കൊണ്ടുവന്ന് നടന്ന്. ഒക്ടോബർ കഴിഞ്ഞ് നവംബറായി. നവംബർ 23-ാം തീയതി ആയിക്കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി എനിക്ക് നെഞ്ച് കൊളുത്തി വലിക്കുന്ന വേദനയാണ്. മുതുകും നെഞ്ചും കൊളുത്തി വലിക്കുന്ന ശക്തമായ വേദന. ആ വേദനയിൽ ഞാൻ ഉടമ്പടി കാശ് രൂപവും കൊന്തയും പിടിച്ച് നേരം വെളുപ്പിച്ചെടുത്ത്. എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞില്ല. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വേദന മാറി. ഞാൻ ജോലിക്ക് പോയി. പിറ്റേ ദിവസം ചൊവ്വാഴ്ച 24-ാം തീയതി രാവിലെ എഴുന്നേറ്റ് മരിച്ചവരുടെ മാസം ആയതുകൊണ്ട് അപ്പച്ചനമ്മച്ചിക്കും ടെൽസിൻ്റെ അപ്പച്ചനമ്മച്ചിക്കും എൻ്റെ കുഞ്ഞിനൊക്കെ കുർബാന കൊടുത്തേച്ച്. അപ്പോൾ കുർബാനയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ചിന്ത വന്ന്, സാധാരണ നോർമലായിട്ടുള്ള ഹോസ്പിറ്റലിൽ പോകണ്ട, വേറെ എവിടെയെങ്കിലും പോകുന്നുള്ളൊരു ചിന്ത വന്നത് കാരണം അവിടെ അടുത്തൊരു കോസ്മിക് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്കൊന്ന് ECG എടുത്തേക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ECG എടുത്തപ്പോൾ വേരിയേഷൻ കാണിച്ച്. അപ്പോൾ മോനാണ് എൻ്റെ കൂടെ ഉണ്ടായത്. മോനോട് പറഞ്ഞ്, മോനെ ഇത് അമ്മേനെ വേറെ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തര്, വേരിയേഷൻ കാണിക്കണുണ്ട് നല്ലതുപോലെ എന്ന് പറഞ്ഞ്. 2-3 പ്രാവശ്യം ECG എടുത്തിട്ട് 2-3 പ്രാവശ്യം എടുത്ത് ECG ഡോക്ടറിന് സംശയം തോന്നിയിട്ട്. അങ്ങനെ മോൻ പറഞ്ഞ് നമുക്ക് ഡോക്ടർ പറഞ്ഞു ഒന്ന് ലക്ഷോറാണ് അടുത്തുള്ളത്, ലക്ഷോറും PS മിഷനും. അപ്പോൾ ഞാൻ പറഞ്ഞു ലക്ഷോറിലോട്ട് പോകാൻ എൻ്റെ കയ്യിൽ കാശില്ല മോനെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കഴിഞ്ഞിട്ട് അവൻ സമ്മതിക്കണില്ല. അവൻ അനിയത്തിനെയും ചേച്ചിനെയൊക്കെ വിളിച്ച് പറഞ്ഞ് എൻ്റെ അങ്ങനെ അനിയത്തി പോയി ലൂർദിൽ ചീട്ടെടുത്ത് ലൂർദ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും ECG എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ECG എടുക്കാൻ വേണ്ടി കയറി. ECG എടുത്തുകൊണ്ട് ചെന്നു. അന്നേരവും കാശ് രൂപവും കൊന്തയും എൻ്റെ കയ്യിൽ ഞാൻ മുറുക്കി പിടിച്ചേക്കണേണ്. പേടിയില്ല. സാധാരണ ഒരു സൂചി കണ്ടാൽ പേടിച്ച് കരയണ ഞാനാണ്. എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകും. പേടിയാണോ എന്താണെന്ന് എനിക്കറിയില്ല, കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകും. അങ്ങനെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ECG എടുത്ത് ECGയുടെ പുറത്തെ ക്ലിനിക്കിലൊക്കെ കാണിച്ച് ECGയും ഈ ECGയും കൂടി നോക്കിയിട്ട് ഡോക്ടർ അനിയത്തിയാണ് കയറിയത്. അനിയത്തിനോട് മുഴുമിച്ചില്ല, ബ്ലോക്ക് എന്നുള്ളത് മുഴുമിപ്പിച്ചില്ല ഡോക്ടർ. നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് വേഗം എമർജൻസി ആയിട്ട് TMT എടുക്കുമെന്ന് പറഞ്ഞു. ഈ TMT ഒക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ, എന്തുന്നാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ TMT എടുക്കാൻ വേണ്ടി വിട്ട്. അപ്പോഴേക്കും എൻ്റെ ചേച്ചിക്ക് വരാൻ പറ്റൂല. ചേച്ചിയുടെ 2 കുഞ്ഞുങ്ങൾ, പൊടിക്കുഞ്ഞുങ്ങൾ, പേരക്കിടാങ്ങളാണ്, അതുങ്ങളെ നോക്കണതുകൊണ്ട് ചേച്ചി വീട്ടിലിരുന്ന് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നേച്ചി കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ അനിയത്തിയുണ്ട്, ടെൽസനുണ്ട്, എൻ്റെ മോനുണ്ട്. ഞങ്ങൾ എന്നെ TMTക്ക് കയറ്റി അതിൽ ആ മിഷ്യത്തിൽ നിൽക്കുമ്പോൾ ഈശോനോട് ഞാൻ ഒറ്റ വാക്കിയേ പറഞ്ഞുള്ളൂ. ഈശോ അവിടെ ഉണ്ടായിരുന്നു. ഈശോൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു മതിലിൽ. ഈശോനോട് പറഞ്ഞു, ഈശോയെ ഞാൻ 5000 രൂപയും കൊണ്ടാണ് വന്നേക്കണത്, ആകെ 5000 രൂപയും കൊണ്ടാണ് വന്നേക്കണത്. 2000 ഇപ്പം തന്നെ തീർന്ന്. ഇനി ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കാശില്ല. ടെസ്റ്റിന് കാശുണ്ടാവും, മരുന്ന് മേടിക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല. ഈശോ എന്താണെന്ന് വെച്ചാൽ ഈ നിമിഷം തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തൊക്കെയോ ഈശോയോട് ഞാൻ സംസാരിച്ചു. പിന്നെ എന്താ സംസാരിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ അത് TMT എടുത്ത് എന്നെ ഇറക്കണത് വരെ ഞാനും ഈശോയും കൂടെയുള്ള സംസാരമായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ TMTയും കഴിഞ്ഞ് ആ മിഷത്തിൽ നിന്ന് ഇറങ്ങി. 4 മണിയായപ്പോൾ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടും ഈ ECGയുടെ റിസൾട്ടും TMTയുടെ റിസൾട്ടും കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് കയറി. ലൂർദിലെ ഡോക്ടർ ഇതിലേക്ക് നോക്കും, എന്നെ നോക്കും. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഡോക്ടർ എന്നെ 2-3 പ്രാവശ്യം ഇങ്ങനെ നോക്കി. ബ്ലോക്ക് എന്ന് പറഞ്ഞ സാധനമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്.
അത് കഴിഞ്ഞ് വീട്ടിലെത്തുമെന്ന് കരുതിയല്ല ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ കരുതിയത് ഒന്നല്ലെങ്കിൽ എന്നെ ICUലോട്ട് കയറ്റും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്ക് സംഭവിക്കുമെന്ന് കരുതിയാണ് ഞാൻ പോയത് വീട്ടിൽ നിന്ന്. പക്ഷേ വൈകിട്ട് 6 മണിക്ക് ഞാൻ വീട്ടിലെത്തി. ഡോക്ടറിനെ അടുത്ത് ഇറങ്ങുമ്പോൾ ഡോക്ടർ പറഞ്ഞ് ചെറിയൊരു കതപ്പ് കാണുന്നതുകൊണ്ട് നമുക്കൊരു എക്കോയും കൂടെ എടുത്തേക്കാം, അത് 1 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് വിട്ട്. അങ്ങനെ മരുന്ന് പോലും, ഒരു പാരസിറ്റാമോൾ പോലും തന്നില്ല എനിക്ക്. ആ TMT മിഷത്തിൽ കയറി ഈശോനോട് സംസാരിച്ച് നിന്ന് കഴിഞ്ഞ് പിന്നെ ഇറങ്ങിയിട്ട് ഞാൻ എന്തിനാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് പോലും എനിക്കറിയില്ല. വേദനയാണോ എന്താണോ ഒന്നും എനിക്കില്ല. പിന്നെ എന്തിനാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് 6 മണിയായപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞാണ്, ഞാൻ വിളിച്ചപ്പോൾ നിന്നെ TMTക്ക് കയറ്റിയേക്കണമെന്ന് പറഞ്ഞ് 1:30 മണി, ഉച്ചയ്ക്ക് 1:30 മണി 2025 നവംബർ 11-ാം മാസം, അതായത് 2025 ഈ കഴിഞ്ഞ നവംബർ മാസത്തിലെ ധ്യാനം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കറിയാൻ പറ്റും. എന്നെ TMTക്ക് കയറ്റിയ നിമിഷം അച്ഛൻ ഇവിടെ ഉടമ്പടി ധ്യാനത്തിൽ ബ്ലോക്കുകൾ വഴിമാറുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ആ സൗഖ്യം എനിക്കാണ് എൻ്റെ ചേച്ചി പ്രാർത്ഥിച്ച് എനിക്ക് മേടിച്ച് തന്നത്. എൻ്റെ ഈശോ എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി. 2026 കാണുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചതല്ല. എക്കോ 1 മാസം കഴിഞ്ഞിട്ട് എടുക്കാൻ പറഞ്ഞ് എക്കോ എടുത്ത് തിരിച്ചു വന്ന വഴി ഞാൻ ടെൽസിനോട് പറഞ്ഞത് എക്കോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നോർമലാണെന്ന് പറഞ്ഞ് ഇവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പോയി എടുത്തത്. എനിക്ക് താല്പര്യം ഉണ്ടായില്ല, എങ്കിലും പറഞ്ഞാൽ എന്നിട്ട് പോയി എടുത്ത് തിരിച്ചു വന്ന വഴി ഞാൻ പറഞ്ഞു, ഇത് ഈശോ തന്ന സൗഖ്യമാണ്, പരിശുദ്ധ അമ്മയും ഈശോയും കൂടി തന്ന സൗഖ്യമാണ്. ഇന്ന് കണക്ക് വെച്ച് നോക്കണമെങ്കിൽ ഇന്ന് എൻ്റെ 30 കഴിഞ്ഞ് വീട്ടിൽ നിന്ന് എല്ലാവരും പോണ ദിവസം. അത്രയും ഈശോ എന്നെ ചേർത്ത് പിടിച്ചാണ്. എന്താണ് ഞാൻ ഈശോയോടും മാതാവിനോടും ചെയ്തേ, എന്നെ ഇത്രയും കരുതാൻ എത്ര എനിക്കറിയില്ല പറയാനായിട്ട്. അത്രയും എൻ്റെ പരിശുദ്ധമ്മയും ഈശോയും എന്നെ ചേർത്ത് പിടിച്ചേക്കണേണ്. വിളിച്ചാൽ ഏത് സങ്കട നിമിഷത്തിലും വിളിച്ചാൽ ഈശോ കൂടെയുണ്ട്. പിന്നെ കുർബാനൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നാവിൽ സ്വീകരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. 1 വർഷം മുമ്പേ തുടങ്ങി പ്രാർത്ഥിക്കണമെന്ന് ആരും പറഞ്ഞു തന്നിട്ടല്ല. അതെന്താണ് ഇങ്ങനെ പ്രാർത്ഥിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഇതായിരിക്കാം. ഈശോയെ സ്വീകരിച്ച് നാക്കിൽ സ്വീകരിക്കുന്ന നിമിഷം ഞാൻ അത് പതിയെ അലിച്ചലിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഈശോയെ, നീ ഇറങ്ങിപ്പോകുന്ന വഴികളിലെല്ലാം എനിക്ക് സൗഖ്യം തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയും ഈശോ സ്വീകരിച്ചിട്ടുണ്ടാകും. ഈശോനെ അറിയാമായിരിക്കും എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമെന്ന്. പരിശുദ്ധ അമ്മയും ഈശോയും കൂടി തന്ന സൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. 5ാമത്തെ സാക്ഷ്യം, എൻ്റെ നെക്കിൻ്റെ ഇവിടെയായിട്ട് കഴുത്തിൻ്റെ താഴെയായിട്ട് ചെറിയൊരു കുരു പോലെ വന്നായിരുന്നു. അത് ഒക്ടോബർ മാസത്തിലാണ്. അത് ഡോക്ടറെ കാണിച്ചായിരുന്നു. ഡോക്ടർ അത് പഴുപ്പുള്ളതുകൊണ്ട് കീറിക്കളയണം, പഴുപ്പ് കഴിഞ്ഞിട്ട് കീറിക്കളയാമെന്നാണ് പറഞ്ഞേച്ചത്. അങ്ങനെ ഒരാഴ്ചത്തെ മരുന്ന് തന്നു. ഒരാഴ്ച ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഡോക്ടർ ഉണ്ടാവില്ല, 15 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞ്. പക്ഷേ ഈ 15 ദിവസം ഞാൻ പരിശുദ്ധ അമ്മയ്ക്കാണ് കൊടുത്തത്. പരിശുദ്ധ അമ്മയും ഈശോയും കൂടി എനിക്ക് സൗഖ്യം തരണം. എൻ്റെ ദേഹത്ത് കത്തിവെക്കരുത്, എനിക്ക് പേടിയാണ്. സൂചിയും കത്തിയൊക്കെ എനിക്ക് പേടിയാണ്. എൻ്റെ മോൻ എന്നെ കളിയാക്കിയായിരുന്നു. ഓപ്പറേഷൻ ചെയ്യാൻ അമ്മയ്ക്ക് എന്തിനാ പേടി, 2 മക്കളെ അമ്മ പ്രസവിച്ചതല്ലേ എന്ന്. പക്ഷേ കുഞ്ഞുങ്ങളെ കാണാൻ എല്ലാ അമ്മമാരും കൊതിയോടുകൂടി നിന്ന് കൊടുക്കും, പ്രസവത്തിനാണെങ്കിലും ഓപ്പറേഷനാണെങ്കിലും എന്തിനാണെങ്കിലും. പക്ഷെ അതുപോലെ അല്ലല്ല ഇത്. അപ്പം ഞാൻ ഈശോനോടും മാതാവിനോടും പറഞ്ഞേച്ചി, എൻ്റെ ദേഹത്ത് കത്തിവെക്കരുതേ മാതാവേ, എനിക്ക് പേടിയാണെന്ന്. അമ്മ മാതാവിൻ്റെ തൈലവും ഉപ്പും മിക്സ് ചെയ്ത് ഞാൻ ആ കുരുവിൽ തേക്കുമായിരുന്നു. ഇപ്പോൾ ഒക്ടോബർ കഴിഞ്ഞ് ഇപ്പം ഫെബ്രുവരി ഞാനിവിടെ സാക്ഷ്യം പറയുന്നു. സൗഖ്യം നൽകി അനുഗ്രഹിച്ചിനോർത്ത് ഈശോയോടും മാതാവിനോടും നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ 2015 മുതലാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അവിടെ തേവരപ്പള്ളിയിൽ ഞാൻ പോകുമ്പോൾ അവിടെ നിന്നാണ് പത്രം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഭയങ്കര ആർത്തിയോടുകൂടിയാണ് ഞാൻ പത്രം എടുത്തുകൊണ്ട് വന്നിട്ട്, ഒരെണ്ണമല്ല, ഞാൻ 1-2 പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ എനിക്കറിയാവുന്നവർക്ക് കൊടുക്കുമായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോഴും ഞാൻ പള്ളിയിൽ പത്രം കൊണ്ടു കൊടുക്കും, പിന്നെ എനിക്കറിയാവുന്നവർക്കൊക്കെ കൊടുക്കും. കാരണം ഈ പ്രവൃത്തിയാണെങ്കിലും എൻ്റെ അടുത്ത് സഹായം ചോദിക്കുന്നവർക്ക് എനിക്ക് കൊടുക്കാൻ ഒരുപാട് എടുത്തു കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് ആഴ്ചയിൽ 700 വെച്ച് ഞാനൊരു കുപ്പിയിലിട്ട് വെക്കും. അതിൽ നിന്നാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ചെയ്യുന്നത്. ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും, ഞാൻ ഷെയർ ചെയ്യും. എല്ലാ ദിവസവും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഒരു വചനം, എൻ്റെ വാട്സപ്പിൽ എന്നും ഒരു വചനം ഉണ്ടാകും. പിന്നെ സാക്ഷ്യങ്ങൾ സ്ഥിരം സാക്ഷ്യങ്ങൾ കേൾക്കും. ഞാൻ വെളുപ്പിനെ 5:30 മണിക്ക് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലാണ് ഞങ്ങൾ തുടങ്ങുന്നത് ഞങ്ങളുടെ ജീവിതം. സാക്ഷ്യങ്ങളാണ് എൻ്റെ അടുക്കളയിൽ നിൽക്കുമ്പോൾ 2022 മുതൽ ഈ നിമിഷം വരെയും സാക്ഷ്യങ്ങളും ക്രിസ്ത്യൻ പാട്ടുകളല്ലാതെ എനിക്കറിയില്ല, ഒരു പുതിയ സിനിമയിലെ പാട്ട് പോലും എനിക്കറിയില്ല. ഇത് ഏത് പാട്ടാണെന്ന് പോലും എനിക്കറിയില്ല. ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെ അടുക്കളയിൽ ഞാൻ നിൽക്കണ നിമിഷങ്ങൾ 5:30 മുതൽ രാവിലെ 8:30 വരെയും എന്നുള്ള സമയങ്ങളിൽ സാക്ഷ്യങ്ങളും
ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളുമാണ് എൻ്റെ അടുക്കളയിലുള്ളത്. കാരണം ആ ഒരു ഇത് എൻ്റെ ഇത് അടുക്കളയിൽ കാണാനുമുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ആ കിച്ചണിൽ ഒരു സാധനങ്ങളും കുറവ് മാതാവ് വരുത്താറില്ല. ഞങ്ങൾ കൽപ്പണിയാണ് എൻ്റെ ടെൽസനെങ്കിലും ഞങ്ങൾക്ക് മുട്ട എന്താണെന്ന്, ഒരു ഭക്ഷണത്തിന് ഒരു മുട്ട മാതാവ് ഇതുവരെ വരുത്തിയിട്ടില്ല. എൻ്റെ അടുക്കള എന്നും സമൃദ്ധമായിരിക്കും. മാതാവിൻ്റെയും ഈശോൻ്റെയും അനുഗ്രഹം സാക്ഷ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അടുക്കളയാണ്. ഞാൻ എല്ലാവർക്കും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഇനിയുള്ള ജീവിതവും ഉടമ്പടിയിലായിരിക്കണേ എന്നാണ് ഞാൻ ഇന്നിപ്പോൾ ഇതിൽ വെച്ചേക്കുന്നത്, ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ചേക്കുന്നത്. ബൈബിൾ വായിക്കാറുണ്ട്. അരമണിക്കൂർ അച്ഛൻ പറഞ്ഞേക്കണത് ഞാൻ സമയം കണ്ടെത്തി ബൈബിൾ വായിക്കാറുണ്ട്. എനിക്കിപ്പോൾ 42 വയസ്സായി. ഞാൻ ആദ്യമായിട്ടാണ് ബൈബിൾ വായിച്ച് തീർത്തേക്കണത്. ഇപ്പം ഞാൻ 2ാമത് ബൈബിൾ വായിച്ച് തുടങ്ങി. പിന്നെ സന്ധ്യാപ്രാർത്ഥന മുടങ്ങാറുണ്ട് ഇടയ്ക്ക്, എന്നിലും സന്ധ്യാപ്രാർത്ഥന കൂടാറുണ്ട്. പള്ളിയിൽ അതാണ് ഏറ്റവും വലുത്. നേരത്തെയൊക്കെ കുർബാനക്ക് പോയിരുന്നാൽ പല വിചാരമാണ്, പല ചിന്തകളാണ്, അവിടെ ഇവിടെ നോക്കിയിരിപ്പാണ്. പക്ഷേ ഇന്ന് ഈശോയെ സ്വീകരിക്കുമ്പോൾ എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ അനുഭൂതിയാണ് അനുകരിക്കണമെന്നുള്ളത് എനിക്കറിയില്ല. അത്രയും ഞാൻ ഈശോയെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കാൻ ഇനിയുള്ള ജീവിതവും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. മാതാവെ ക്ഷമിക്കണമെന്ന് ഞാൻ മാതാവിനോട് പറയുന്നു, ഈശോയോടും പറയുന്നു. ഇനിയും അമ്മ മാതാവിനോട് കൂടെ ചേർന്ന് നിൽക്കാൻ തന്നെയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ആഗ്രഹം. ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി. സാക്ഷ്യം പറയാൻ വൈകിയതിന് ക്ഷമ പറയുന്നു. ദൈവത്തിൽ മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, എനിക്ക് കുലുക്കം തട്ടുകയില്ല. സങ്കീർത്തനം 62:5-6 വചനമാണ്. നമ്മുടെ മോചനവും രക്ഷയും ദൈവത്തിലാണ്. രക്ഷാശിലയും അഭയവും ദൈവമാണ്. ജീവിതത്തിൽ ഭ്രാന്തരാകാതെ ദൈവത്തിൽ ക്ഷമയോടെ കാത്തിരിക്കാനാണ് ഉടമ്പടി മക്കൾ ഉടമ്പടിയിൽ വിളിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യ സഹായം പലപ്പോഴും താൽക്കാലികമായിരിക്കാം. ദൈവം നമ്മളെ താങ്ങുകയും രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണെന്നാണ് ഉടമ്പടി ജീവിതത്തിൽ ഓരോ മക്കൾക്കും അനുഭവമാകുന്നത്. നമ്മുടെ എല്ലാ പ്രത്യാശയും ദൈവത്തിൽ മാത്രമാണ്. ഈ ലോകത്തിലെ കാര്യങ്ങളിലല്ല, ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സംരക്ഷണത്തിലാണ്, ആ സ്നേഹത്തിലാണ്. നമ്മുടെ കോട്ട, നമ്മുടെ സംരക്ഷണം, നമുക്കെല്ലാം പൂർണ്ണ സുരക്ഷയും നൽകുന്നത് ആ ദൈവമാണ്. ആ സുരക്ഷയുടെ ഒരു വലിയൊരു സാക്ഷ്യമാണ് ജെസ്സി ഡെൽസൺ എന്ന ഈ മകൾ നമ്മളോട് പങ്കുവച്ചത്. 2ാം നിലയിൽ നിന്നും വീണ ഒരു വ്യക്തി ദൈവത്തിൻ്റെ പരിപാലനയിലും സംരക്ഷണയിലും കാത്തു പരിപാലിച്ചതിൻ്റെ ഒരു സാക്ഷിയായിട്ടാണ് ഈ മകൻ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്, പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നത്. ഉടമ്പടി എടുത്ത മകളാണ്. അന്നും പതിവ് പോലെ തൈലം തേച്ച് വിട്ടു. കൽപ്പണിയാണ്. ജോലിയുടെ സുരക്ഷാ പ്രശ്നങ്ങളിലാണ് ഈ മകൻ വീണുപോയത്. അവിടെ ഈ പരിശുദ്ധ അമ്മയും ഈശോയും ഈ മകനെ താങ്ങി നിന്ന് സംരക്ഷിച്ചു. 2ാം നിലയുടെ മുകളിൽ നിന്ന് വീണ ഒരു വ്യക്തിയെ സംരക്ഷിക്കുക അത്ര എളുപ്പമല്ല. അത് ഈശോയും അമ്മയും മാത്രം ചെയ്യുന്ന ഒരു സ്നേഹത്തിൻ്റെ, ഒരു സംരക്ഷണത്തിൻ്റെ ഒരു വലയമാണ് ആ മകൻ്റെ ജീവിതത്തിൽ ഈ മകന് എക്സ്പീരിയൻസ് ചെയ്യാൻ, അനുഭവിക്കാൻ സാധിച്ചത്. പിന്നീട് രോഗസൗഖ്യങ്ങളാണ്. ഏത് രോഗം വന്നാലും ഉടമ്പടി തൈലവും ഉടമ്പടി വസ്തുക്കളുമാണ് ഈ മകളുടെ ഏക മരുന്ന്. ബ്രസ്റ്റിൽ മുഴ ഒരു ഗ്രോത്ത് വന്നപ്പോൾ ഉടമ്പടി തൈലവും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഉപയോഗിച്ചത്. നെഞ്ചുവേദനയും പുറവേദനയും വന്നപ്പോഴും ഡോക്ടർ പറഞ്ഞ ബ്ലോക്ക് ഉണ്ടായിരുന്നു പറഞ്ഞപ്പോഴും തിയേറ്ററിൽ സ്വന്തം ചേച്ചി ഉടമ്പടിയുടെ ധ്യാനം കേൾക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ജോസഫ് അച്ഛൻ, നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറയുകയുണ്ടായി, ഒരു ബ്ലോക്കുള്ളവരെ സൗഖ്യപ്പെടുത്തുന്നു എന്ന്. ആ മകൾ തൽക്ഷണം വിശ്വസിച്ച് ആ സമയത്ത് തന്നെയാണ് ഈ മകൾ ഹോസ്പിറ്റലിലായിരുന്നു. അവരുടെ വിശ്വാസത്താൽ ഈശോ രോഗിണിയെ സ്ത്രീയോട് പറഞ്ഞതുപോലെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ വിശ്വാസം മൂലമാണ് ഈ മകൾക്ക് ആ തൽക്ഷണം ആ രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ചത്. പിന്നീട് കഴുത്തിലുണ്ടായിരുന്ന ഒരു ഗ്രോത്തിൻ്റെ കാര്യവും പറഞ്ഞു. അതും ഇതുപോലെ തന്നെയാണ്. ഉടമ്പടി വസ്തുക്കളും ഉടമ്പടി തൈലവും മാത്രം ഉപയോഗിച്ചാണ് ഈ മകളുടെ വിശ്വാസത്തിൽ, ഈശോയിലും അമ്മയിലുമുള്ള പൂർണ്ണ വിശ്വാസമാണ് ഈ മകളുടെ പൂർണ്ണ രോഗസൗഖ്യത്തിന് എല്ലാത്തിനും കാരണമായിരിക്കുന്നത്. ഈശോയുടെ സംരക്ഷണവും ആ രോഗസൗഖ്യവും എല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ്. ഈ മകളുടെ ജീവിതത്തിൽ പിന്നീട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയോട് പറയുമായിരുന്നു, നീ ഇറങ്ങിപ്പോകുന്ന വഴിയിലെല്ലാം എനിക്ക് രോഗസൗഖ്യം നൽകണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചു. ഈശോയെ നമ്മളും എല്ലാ ദിവസവും സ്വീകരിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന ഒരു നിമിഷമാണ്.
ആ നിമിഷം നമുക്കും പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ഭക്തിയോടെ നമ്മളും ഈശോയെ സ്വീകരിക്കാൻ തയ്യാറാകാം. ആ ഈശോ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും പുത്തൻ അനുഭവങ്ങൾ നമുക്കും അനുഭവിക്കാൻ സാധിക്കുന്നത്. ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സംരക്ഷകനായിട്ട്, നമ്മുടെ ദൈവമായിട്ട്, നമ്മുടെ അഭയശിലയായിട്ട്, നമ്മുടെ കോട്ടയായിട്ട് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്കൊരിക്കലും കുലുക്കം തട്ടുകയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ദൈവം നമ്മുടെ സംരക്ഷകനാണ്. ആ സംരക്ഷകനായ ദൈവത്തിൽ നമ്മളും നമ്മുടെ എല്ലാ നിയമങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ നേരിടുന്ന ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമ്മുടെ സുരക്ഷിതങ്ങളെല്ലാം ഈ ദൈവമാണ് എന്ന് കരുതി ഈശോയിൽ മാത്രം നമ്മളെ സുരക്ഷകൾ അർപ്പിച്ച് ഒന്നും ഭയപ്പെടാതെ ദൈവത്തിൽ ശരണം പ്രാപിച്ച് ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ജെസ്സി ഡെൽസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ചാൾസ് എം വർഗീസ് എന്നാണ്. ഇതെൻ്റെ ഭാര്യ അജന പോൾ, എൻ്റെ മൂത്ത മകൾ ഡയാന, രണ്ടാമത്തെ മകൾ ക്രിസ്റ്റീന. ഞങ്ങൾ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആദ്യമായി ഉടമ്പടി എടുത്തത് 2025 ഫെബ്രുവരി മാസം 3-ാം തീയതിയാണ്. ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാനാണ് ഉടമ്പടി എടുത്തെങ്കിലും ഞാനും എൻ്റെ ഭാര്യയും ചേർന്നിട്ടാണ് എല്ലാം പ്രാർത്ഥിക്കുമ്പോഴും ഉടമ്പടി എടുക്കാൻ വരുമ്പോഴും ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും നിയോഗങ്ങളായിരുന്നു ഞങ്ങൾ എഴുതിയിരുന്നത്. എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ വിദേശത്ത് പോയി ജോലി ചെയ്യാനോ പഠിക്കാനോ ഒരു അവസരം ലഭിക്കുക. ഇതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു ആവശ്യങ്ങളായിരുന്നു ഞങ്ങൾ എഴുതിയിരുന്നത്. അപ്പം എൻ്റെ ഭാര്യയ്ക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നതാണ്. എൻ്റെ അമ്മ മാതാവിനും എൻ്റെ യേശുവപ്പയ്ക്ക് 1000 നന്ദി. ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നതിന് കൃപാസനത്തെക്കുറിച്ച് ഒരു നെഗറ്റീവ് ഇമേജായിട്ടാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്. എന്നാൽ ഞാൻ ആ സമയത്ത് OET എഴുതിയിട്ട് 5 പ്രാവശ്യം എഴുതിയിട്ടും ലിസണിങ് കിട്ടാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ യൂട്യൂബ് നോക്കി എൻ്റെ മമ്മി വഴിയും കൃപാസനത്തിനെക്കുറിച്ച് എനിക്കറിയാൻ പറ്റി. അന്ന് എൻ്റെ നാട്ടിലുള്ള മിക്കവരും തന്നെ OET എഴുതിയിരുന്നത് ഈ കൃപാസനത്തിൽ വന്നിട്ടാണെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ പൊക്കോട്ടെ എന്ന് ഞാൻ എൻ്റെ കുടുംബത്തിൽ ചോദിച്ചപ്പോൾ ഇതൊരു കാത്തലിക് സ്ഥാപനമായതുകൊണ്ട് അവിടുത്തെ പള്ളി ആയതുകൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും OET എഴുതി. അവിടെ എനിക്ക് ലിസണിങ് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നു. ഞാൻ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ലിസണിങ് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതുകൂടാതെ ലൈറ്റിൽ ക്യാൻഡ് പ്രെയർ റിക്വസ്റ്റിൽ ഞാൻ ഈ കാര്യം പറഞ്ഞ് ഞാൻ ഇട്ടു. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 7-ാം തവണ ലിസണിങ്, അതുവരെ എനിക്ക് ലിസണിങ് കിട്ടാതിരുന്ന ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട് അന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 7-ാം തവണ എനിക്ക് ലിസണിങ്, അത് OET ചെയ്തതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് ലിസണിങ് ആണ്. ഇപ്പം അത്രയും നല്ല മാർക്ക് എനിക്ക് തന്ന് എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാനും തുടങ്ങി. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ മാറ്റിവെച്ച് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഞാൻ ഒരു ധൈര്യം വന്ന് ഞങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പോവാനും അത് പാസ്സാവാനും എനിക്ക് സാധിച്ചു. ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ആദ്യം ഞാൻ ഗ്രൗണ്ടിൽ പോകും. എന്നിട്ട് ഞാൻ ആദ്യം കേൾക്കുന്നത് അച്ഛൻ്റെ പ്രസംഗങ്ങളും ആണ് ഞാൻ ആദ്യം കേൾക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രൗണ്ടിൽ പോയി 8 എന്ന രീതിയിലും H എന്ന രീതിയിലും ആ ഗ്രൗണ്ടിൽ ഞാൻ ഉപ്പ് വിതറും. അതുകൂടാതെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് കയറുന്നേക്കാൾ മുമ്പ് കാറിൽ ഞാൻ ഉപ്പിടും. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. അതുകൂടാതെ ഞാൻ CBT എഴുതാൻ പോയി. CBT എഴുതാൻ പോയപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് CBT കിട്ടി. എൻ്റെ നേഴ്സിംഗ് ജോലിക്കായിട്ട് അന്ന് ഞാൻ വളരെയേറെ സങ്കടപ്പെട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പിറ്റേ ദിവസം അവിടെ ചെന്നപ്പോൾ എനിക്ക് ജോലി, ഒരു ഉച്ച സമയത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു നേഴ്സിംഗ് സൂപ്രണ്ട് എന്നോട് പറഞ്ഞു, ഓക്കെ നിനക്ക് ജോലി റെഡിയാണെന്ന് പറഞ്ഞ് എനിക്ക് ജോലി തന്നു.
അതുകൂടാതെ ഞങ്ങൾക്ക് ഒത്തിരി അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങളും ഉണ്ടായി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആത്മീയമായിട്ട് ഒത്തിരി വളരുവാൻ സാധിച്ചു. അതുവരെ ഞങ്ങൾ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് തലേദിവസം ശനിയാഴ്ച ഞങ്ങൾ സിനിമ കണ്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും കിടന്നുറങ്ങും. അത് കഴിഞ്ഞിട്ട് 7:30 ആകുമ്പോൾ എണിച്ച് ഞങ്ങൾ ഒരു പള്ളിയുടെ പകുതിയാകുമ്പോൾ, അതായത് എല്ലാവരും ഇരിക്കുന്ന സമയമാകുമ്പോഴത്തേനും ഞങ്ങൾ കയറി 9 മണിയാകുമ്പോഴത്തേനും കയറി ചെല്ലുകയാണ് പതിവ്. അതിൽ നിന്നൊക്കെ ഞങ്ങൾക്കൊരു മാറ്റം വന്നു. ഞങ്ങൾ കുമ്പസാരിച്ച് ശനിയാഴ്ച പോയി കുമ്പസാരിച്ച് മാസത്തിലൊരിക്കൽ പോയി കുമ്പസാരിക്കും. അത് ശനിയാഴ്ച മാത്രം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ ഞങ്ങൾക്ക് കുമ്പസാരിക്കാൻ അവസരം കിട്ടത്തുള്ളൂ. ആ ശനിയാഴ്ച പോയി കുമ്പസാരിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ പള്ളിയിൽ കുർബാന തുടങ്ങുന്നതിനേക്കാൾ മുമ്പ്, അച്ഛനും അമ്മയ്ക്ക് കയറുന്നേക്കാൾ മുമ്പ് കുസോയം പ്രാപിച്ച് ഞങ്ങൾ അങ്ങനെ കുർബാന സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഇടവന്നു. അതുകൂടാതെ ഞങ്ങൾ ഒത്തിരിയേറെ ദൈവത്തോട് ഞങ്ങൾക്ക് അടുക്കുവാൻ സാധിച്ചു. ദൈവത്തോട് ഞങ്ങൾ ബൈബിൾ വായന, പ്രാർത്ഥന, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പറയാൻ ഞങ്ങൾക്ക് മാതാവുണ്ടെന്നുള്ള ഒരു ധൈര്യത്തോട് ഞങ്ങൾ മുന്നോട്ട് പോയി. ഉടമ്പടിയിൽ പതുക്കെ പതുക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മാതാവ് വന്നത്. ആദ്യം ഇവിടെ വന്ന ദിവസം തന്നെ ഞങ്ങൾക്ക് മാതാവിൽ നിന്ന് അനുഗ്രഹം ഒഴിച്ച് പാസ്സായി. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തോട് ഞങ്ങൾ മാതാവിനൊക്കെയായിട്ട് കൂടുതൽ അടുത്തത് ഞങ്ങൾ പതുക്കെ ഓരോ കാര്യത്തിലൂടെ ദൈവം ഞങ്ങൾ ഒത്തിരിയേറെ വഴി നടത്തി. അത് കഴിഞ്ഞ് ഞാൻ ഒരിക്കലും സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഞാൻ പുറത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാൻ ഞാൻ തയ്യാറായി. അങ്ങനെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്തു. സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് മേടിച്ചു. അച്ഛൻ പറഞ്ഞു 60 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യം നടക്കുമെന്ന് പറഞ്ഞു. 60 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യം ശരിയായി. അതിൻ്റെ ഒപ്പം തന്നെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് വേണ്ടി ഞാൻ തയ്യാറെടുത്തിരുന്നു. CGFNS ഒത്തിരിയേറെ പലർക്കും ഒത്തിരി താമസം ഉണ്ടാവുന്നതാണ്. മാതാവ് ഇടപെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് 2 മാസം കൊണ്ട് ഞങ്ങളുടെ CGFNSൻ്റെ കാര്യങ്ങൾ റെഡിയാക്കുവാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വിസ വന്നു. കഴിഞ്ഞ ഈ ജനുവരി 15-ാം തീയതി ഞാൻ IQN എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. സാധാരണ എല്ലാ എക്സാമിനും തലേദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. ഞാൻ മൊബൈലിൽ നോക്കി ആ ഉറക്ക ക്ഷീണത്തോടു കൂടിയാണ് ഞാൻ ഇതുവരെയുള്ള എല്ലാ എക്സാമും എഴുതിയത്. പക്ഷേ എൻ്റെ IQN എക്സാമിന് ഞാൻ പോയത് സന്തോഷത്തോടെ ആയിരുന്നു. ഞാൻ അവിടെ പോയി എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. അതുകൂടാതെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എവിടെയുള്ള എല്ലാവരും പറയണ കേട്ടിട്ടുണ്ട് എക്സാം പാടായി പക്ഷെ ജയിച്ചു എന്ന്. പക്ഷേ എനിക്കത് പോരാ, എനിക്ക് എക്സാം എളുപ്പമാക്കി തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് സമാധാനത്തോടുകൂടി ട്രെയിനിന് തിരിച്ചു പോകണം. ഞാൻ അന്ന് തലേദിവസം ഞാൻ വായിച്ച കാര്യങ്ങളും ട്രെയിനിൽ വെച്ച് ഞാൻ പഠിച്ച കാര്യങ്ങളും അതുകൂടാതെ അന്ന് രാവിലെ പഠിച്ച കാര്യങ്ങളും പല കാര്യങ്ങളും എനിക്ക് ആദ്യമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ രാവിലെ തന്നെ എനിക്കത് കാണുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ എൻ്റെ മക്കളുടെ ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേർക്കുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ 2-3 ക്വസ്റ്റ്യൻസ് വരുവാനും അങ്ങനെ എനിക്ക് എക്സാം വളരെ എളുപ്പമായിട്ട് എനിക്ക് എക്സാം ജയിക്കുവാനും ദൈവം സാഹചര്യം തന്നു. ഞാൻ ഫെബ്രുവരി 4-ാം തീയതി ഞാൻ ന്യൂസിലാൻഡിന് സ്റ്റുഡൻറ്റ് വിസയ്ക്കായിട്ട് പോവുകയാണ്. എൻ്റെ ദൈവം എന്നെ ഒത്തിരിയേറെ അനുഗ്രഹിച്ചു. അത് മാതാവ് എന്നെ സഹായിച്ചു. ഇന്ന് എനിക്കൊരു കാര്യം വേണമെങ്കിൽ എനിക്ക് വേറെ ആർക്കുടെ അടുത്തും പറയണ്ട, എനിക്ക് എൻ്റെ റൂമിൽ മുട്ടുകുത്തി നിന്നാൽ മതി, എനിക്ക് മാതാവ് എന്നെ സഹായിക്കും, എനിക്ക് ഉത്തരം തരും. അതുപോലെ ഈ കഴിഞ്ഞ ജനുവരിയിൽ എനിക്ക് വണ്ടിയിൽ കട്ടറി ചാടി എനിക്ക് നല്ല നടുവേദന ഉണ്ടായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഈ നടുവേദന വെച്ച് ഞാൻ എങ്ങനെ ന്യൂസിലാൻഡിന് പോകുമെന്ന്. ഒരാഴ്ചയായിട്ട് എനിക്ക് കണ്ടിന്യൂസ് നടുവേദനയായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ഈ ജനുവരിയിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഈ നടുവേദനയുടെ കാര്യം പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് അച്ഛൻ്റെ പ്രസംഗത്തിൻ്റെ സമയത്ത് മുട്ടുകുത്തി നിന്നപ്പോൾ എനിക്ക് ഭയങ്കര നടുവേദന എടുത്തു. ഞാൻ അപ്പോഴും കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ ബസ്സിൽ വന്നപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ ബസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇനിയും വേദന കൂടുമല്ലോ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് ഒത്തിരി പറഞ്ഞു എനിക്ക് ഈ നടുവേദന മാറണമെന്ന്. പിറ്റേ ദിവസം ഞാൻ വീട്ടിലിരുന്നപ്പോൾ വീണ്ടും എനിക്ക് നടുവേദന വന്നു. ഞാൻ റൂമിലിരുന്ന് ബൈബിൾ വായിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. മാതാവ് എനിക്ക് ഉത്തരം നൽകി. അതേ പിന്നെ ഇന്ന് വരെ എനിക്ക് ആ നടുവേദന ഉണ്ടായിട്ടില്ല.
പിന്നെ ഞാൻ ചെറുപ്പം തൊട്ടേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബത്തുമായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കണമെന്ന്. അതെനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അതുപോലെ എപ്പോൾ വേണമെങ്കിൽ എനിക്ക് മാതാവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കുഞ്ഞുനാൾ തൊട്ട് ഞാൻ ബൈബിൾ വായിക്കും. എൻ്റെ പപ്പയുടെ അമ്മ ഞാൻ എണീച്ച് വരുമ്പോൾ തൊട്ട് ബൈബിൾ എൻ്റെ കൈകളിൽ തരും. ഒരു കണ്ണ് അടച്ചു പിടിച്ചു നോക്കിയാണ് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത്. അതുകൂടാതെ പില്ലോ പുറത്ത് സപ്പോർട്ട് കൊടുത്ത് സമാധാനത്തോടെ ഇരുന്ന് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ നടുവേദന വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ ഇനി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചോളാം, ബൈബിൾ ഞാൻ നിലത്തിരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന്. അത് പിന്നെ എനിക്ക് നടുവേദന ഉണ്ടായിട്ടില്ല. അതുപോലെ ഞങ്ങളുടെ കുമ്പസാരമോ ഞങ്ങളുടെ കുർബാനയോ വളരെ ഞങ്ങൾക്ക് വർഷത്തിലൊരിക്കൽ കുമ്പസാരിച്ച് കുർബാനയൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കറക്റ്റ് സമയത്ത് പോയിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞത് തൊട്ട് ഞങ്ങൾ കറക്റ്റായിട്ട് പോകാറുണ്ടായിരുന്നില്ല. അതായത് ഞങ്ങൾ പകുതി എത്തുമ്പോഴാണ് പോകാറുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഒത്തിരിയേറെ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നത് കുമ്പസാരാണ്. ഇപ്പം എനിക്ക് ഏറ്റവും ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് തോന്നുന്നത് എൻ്റെ കുമ്പസാരാണ്. ഞാൻ എന്നും ഏത് എക്സാം എഴുതാൻ പോണേക്കാൾ മുമ്പ് കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് കുർബാന അനുഭവിച്ചതിന് ശേഷം ഞാൻ പോയി എക്സാമോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ വന്നാലും ഞാൻ പോകുന്നത് കുമ്പസാരാണ്. ഇപ്പം ഞങ്ങൾ മാസത്തിന് കുടുംബമായിട്ട് ഞങ്ങൾ 4 പേരും പോയി ഞങ്ങൾ കുമ്പസാരിക്കാറുണ്ട്, കുമ്പസാരിച്ച് കുർബാന കൊള്ളാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും എൻ്റെ യേശു അപ്പയ്ക്കും നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങളിവിടുന്ന് പത്രം വാങ്ങാറുണ്ട്. വാങ്ങിയ പത്രം ഇതുപോലെ നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാറാണ് പതിവ്. ആദ്യകാലങ്ങളിലൊക്കെ പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ പിന്നെ ആയപ്പോൾ ഓരോ പുതുക്കൽ കഴിയുന്തോറും നമുക്ക് പത്രം കൊടുക്കാൻ ഒരു ഉത്സാഹമാണ്. ഇവിടെ വന്നു തിരിച്ച് ആലുവ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാനും എൻ്റെ ഭാര്യയും 2 റൂട്ടിലായിട്ട് നടക്കും. അപ്പുറത്തുമായിട്ട് ഒരു റോഡിൻ്റെ അപ്പുറത്തുമായിട്ട് നടക്കും. ഞങ്ങൾ ഒന്ന് അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും കയ്യിലുള്ള പത്രം മൊത്തം തീരും. അതുപോലെ തന്നെ പത്രം കൊടുക്കുന്ന സമയത്ത് നമ്മളെ ആൾക്കാരൊക്കെ ചിലപ്പോൾ ചീത്ത പറയാറുണ്ട്. അപ്പം ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പോൾ ഓരോ പ്രാവശ്യം ചീത്ത പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്, ദൈവം ഇതെല്ലാം കരുതിയിട്ടുണ്ടല്ലോ നമുക്ക് വേണ്ടിയിട്ട് എന്ന്. അതുപോലെ തന്നെ നമ്മുടെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവിടെ പെരുമ്പാവൂർ കൊയിനോണിയ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ ഒരു സ്കൂളാണ്. അപ്പം അവിടെ ഒരു നേരത്തെ ആഹാരം നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബീസ് തൊട്ട് 17 വയസ്സ് വരെയുള്ള കുട്ടികൾ താമസിക്കുന്ന ഒരു ശിശുഭവൻ. അപ്പം അവിടെ ഞങ്ങളുടെ സാലറിയുടെ ഒരു 0.5 ഞങ്ങൾ എല്ലാ പ്രാവശ്യവും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അഖണ്ഡ ജപമാല റാലിക്ക് വന്നപ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചു. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും യേശു പാപ്പയ്ക്കും 1000 നന്ദി. അതുപോലെ തന്നെ ഇനിയും ഞാനും എൻ്റെ കുടുംബവും മരണത്തോളം ഉടമ്പടിയിൽ ജീവിക്കും. 105 സങ്കീർത്തനം 43-44 തിരുവചനങ്ങൾ. അവിടുന്ന് തൻ്റെ ജനത്തെ സന്തോഷത്തോടെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഗാനാലാപനത്തോടെ നയിച്ചു. അവിടുന്ന് ജനതകളുടെ ദേശങ്ങൾ അവർക്ക് നൽകി. ചാൾസ് അജ്ന എന്ന ദമ്പതികൾ അവരുടെ മക്കളോടൊപ്പം വന്ന് വളരെ ശക്തമായ വളരെ ശ്രേഷ്ഠമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. ചാൾസ് ഒരു ഡെൻ്റൽ കോളേജ് പ്രൊഫസറാണ്. ഇവരൊരു ജാക്കോബൈറ്റ് വിശ്വാസികൾ കൂടിയാണ്. ക്രിസ്ത്യാനികളെക്കുറിച്ച് കളിയാക്കി പറയുന്ന ഒരു അക്നോളജ്മെൻ്റാണ് എനിക്ക് ഇവർക്ക് വേണ്ടി കൊടുക്കാൻ തോന്നുന്നത്. സാധാരണ പള്ളിയിൽ വരുന്നത് വളരെ വൈകി വരുമ്പോൾ അവർക്ക് പുറത്ത് നിൽക്കേണ്ടതായി വരാറുണ്ട്. അല്ലെങ്കിൽ വചന പ്രഘോഷണം എല്ലാം കഴിഞ്ഞതിന് ശേഷം വചനം പങ്കുവച്ചതിന് ശേഷമൊക്കെയാണ് സാധാരണ ഔട്ട്സ്റ്റാൻഡിങ് ക്രിസ്ത്യൻസ് എന്ന് പറയും. അതൊരു പോസിറ്റീവ് അക്നോളജ്മെൻ്റാണ് സാധാരണ കൊടുക്കാറുള്ളത്. പക്ഷേ ചിലരെല്ലാവരും കുർബാന പകുതിയായതിനു ശേഷം ദിവ്യബലിയിലേക്ക് കടന്നു വരുന്നതായി നമുക്ക് കാണാം. പക്ഷേ ഇന്നിവർ സത്യത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് ക്രിസ്ത്യൻസ് ആണ്. അവർക്കൊരു നല്ല അക്നോളജ്മെൻ്റാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അവരുടെ
ഇൻവെസ്റ്റ്മെൻറ്റ് അത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ വിശ്വാസത്തിനനുസരിച്ച് വിശുദ്ധ ദിവ്യബലിയിൽ അവർക്ക് പങ്കെടുക്കുവാനും അവർ കൃത്യസമയത്ത് വളരെ ഒരുക്കത്തോടുകൂടി തലേ ദിവസം കുമ്പസാരിച്ചുകൊണ്ട് കുർബാന സ്വീകരിക്കുവാനുള്ള വലിയ ഒരുക്കത്തോടു കൂടിയാണ് അവർ ഈശോയെ സ്വീകരിക്കാൻ ഉടമ്പടിയിലൂടെ അവർക്ക് സാധിച്ചത് എന്നവർ ഏറ്റുപറയുന്നു. ഇത് തികച്ചും ഒരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഉടമ്പടി കണ്ടൻറ്റിൽ ലഭിച്ചിട്ടുള്ള ഒരു സാക്ഷ്യമാണ്, നന്ദി പ്രകാശനമാണ്. അർജന വളരെ സങ്കടത്തോടു കൂടി OET എഴുതിയപ്പോൾ 7 തവണ തോറ്റുപോയതാണ്. ലിസണിങ് വളരെ സങ്കടപ്പെട്ട് എപ്പോഴും വളരെ വിഷമത്തോടു കൂടി എഴുതിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഉടമ്പടി എടുത്ത ഉടനെ തന്നെ പരിശുദ്ധ അമ്മ ഈ മകളെ ഉത്തരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് വളരെ കൃത്യമായി പഠിപ്പിച്ച് എഴുതിപ്പിച്ച ഒരു എക്സാം വളരെ നന്നായി പാസ്സാകാൻ സാധിച്ചു. അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം ഈ മകൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോൾ താൻ 8H എന്ന അക്ഷരങ്ങളെല്ലാം ഉപ്പുകൊണ്ട് എഴുതി പരിശുദ്ധ അമ്മ എനിക്ക് കാവലായി എനിക്ക് മുൻപേ വാഹനം ഓടിക്കും എന്നുള്ള വലിയ വിശ്വാസത്തോടു കൂടി ഈശോയിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കാനായിട്ട് ഈ മകൾക്ക് സാധിച്ചു. അതുപോലെ സ്റ്റുഡൻറ്റ് വിസ എന്നുള്ളത് ഒരു വലിയ ദൂരമുള്ളൊരു സ്വപ്നമായിരുന്നു. അതെല്ലാം പരിശുദ്ധ അമ്മയുടെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് വളരെ പെട്ടെന്ന് സാധ്യമായി നൽകി എന്ന് ഏറ്റുപറയുന്നു. മറ്റുള്ളവർക്കെല്ലാം ഈ രജിസ്ട്രേഷൻ വളരെ വൈകി ലഭിച്ചപ്പോൾ ഈ മകൾക്ക് 2 മാസം കൊണ്ട് അത് സാധ്യമായി. നമുക്കറിയാം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങളെയെല്ലാം നീക്കി മാറ്റുവാനാണ് പരിശുദ്ധ അമ്മ നമുക്ക് ഒരു വലിയ ചേതാവനി, ഒരു വലിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെല്ലാം അപകടങ്ങൾ നിങ്ങൾക്കുണ്ടാകുവാൻ പോകുന്നു അവയിൽ നിന്നെല്ലാം എൻ്റെ മധ്യസ്ഥം വഴി ഈശോയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം, ഈശോയിലേക്ക് നിങ്ങളെ അടുപ്പിക്കാം, നിത്യത നിങ്ങൾക്ക് സമ്മാനമായി നൽകാമെന്നാണ് പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജോസഫ് അച്ഛന് സന്ദേശം കൈമാറിയത്. ഇതുപോലെ തന്നെ ഈ മകളുടെ വലിയൊരു ശാരീരിക അസ്വാസ്ഥ്യമായിരുന്നു നടുവേദന. ആ നടുവേദനയെല്ലാം തന്നെ പരിശുദ്ധ അമ്മയോടുള്ള ഒരു നല്ല കമ്മ്യൂണിക്കേഷനോടുകൂടി അമ്മേ ഇനി ഞാൻ എന്തു ചെയ്യണം, അങ്ങല്ലാതെ എനിക്ക് വേറെ ആരുമില്ലല്ലോ, ഇനി ഞാൻ മുട്ടിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, വചനം വായിക്കാം എന്നൊക്കെയുള്ള വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, എൻ്റെ മടി എല്ലാം മാറ്റി ഞാൻ ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ വലിയ ഒരു ഡിസ്പൊസിഷൻ ഞാൻ കാണിച്ചു തരാം എന്നെല്ലാമുള്ളൊരു പ്രതിജ്ഞകൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചപ്പോഴാണ് ഈ മകൾക്ക് വലിയ സൗഖ്യങ്ങളുണ്ടായത് എന്ന് മകളേറ്റു പറയുന്നു. ഇപ്പോൾ എത്ര തന്നെ പ്രാർത്ഥിക്കാൻ ഇവർക്ക് മടിപ്പില്ല. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനായാലും ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ്. വളരെ മോഡലായിട്ടുള്ള നമുക്ക് വളരെ അനുകരണീയമായ ഒരു ഫാമിലിയാണ് ഇവർ. റോഡിൻ്റെ ഇരുവശത്ത് നിന്ന് പത്രങ്ങൾ കൊടുത്തുകൊണ്ട് അവർ വളരെ സ്നേഹപൂർവ്വം ഉടമ്പടി എന്താണെന്ന് പഠിപ്പിച്ചതിന് ശേഷമാണ് അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നത്. അതുപോലെ തന്നെ അവരുടെ വലിയ ആസ്തി അവർക്ക് ഈശോയെ എന്തിനാണ് ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കുന്നത് എന്നുള്ളൊരു ആശങ്ക പലർക്കുമുണ്ട്. പക്ഷേ ഈശോ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കുകയാണ്. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ പരദേശവാസിയായിരുന്നു, ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു എന്നുള്ളതിൻ്റെ എല്ലാം ഉത്തരമാണ് നാം നമ്മുടെ കാരുണ്യ പ്രവൃത്തികളിലൂടെ ചെയ്യുന്നത്. ഈ കുടുംബം അത് വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ശമ്പളത്തിൻ്റെ ഇവരുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം നല്ലൊരു ശതമാനം അവർ പാവപ്പെട്ടവർക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. അതെല്ലാം ഇവരുടെ വലിയ ഈശോയുള്ള വലിയ പ്രതിജ്ഞകളാണ്. അതെല്ലാം കൃത്യമായി പാലിക്കുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിസ പ്രോസസ്സിങ്ങിലും ശാരീരികാസ്വാസ്ഥ്യങ്ങളിലും എല്ലാം വളരെയധികം വേദനിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് അവരുടെ എല്ലാ നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ചാൾസിൻ്റെയും അച്ഛൻ്റെയും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.